Hello dear students, welcome to second video of vector space. First video il nammal vector space inde definition ഉപയോഗിച്ചുകൊണ്ട് R2 plane il രണ്ട് vectors inde sum ഒരു scalar multiplication നമ്മൾ യൂഷ്വൽ രീതിയിലല്ലാതെ ഡിഫൈൻ ചെയ്തുകൊണ്ട് ആ ഓപ്പറേഷനിൽ R2 വെക്ടർ സ്പേസ് ആകുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു നമ്മൾ കണ്ടത്. അപ്പൊ അതില് നമ്മൾ R2 ആ ഓപ്പറേഷനിൽ വെക്ടർ സ്പേസ് ആവുന്നില്ല എന്ന് കണ്ടു. പക്ഷെ അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു അവർ തന്നിട്ടുള്ള അഡീഷണൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തു. ദെൻ നമ്മൾ ഈ വീഡിയോയിൽ സബ്സ്പേസുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം, നമുക്ക് വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ടെങ്കിൽ ആ വെക്ടർ സ്പേസിന് കുറെ അധികം സബ്സ്പേസുകൾ ഉണ്ടാവാം. അപ്പോൾ ആ സബ്സ്പേസുകൾ ഒരിക്കലും ഡിസ്ജോയിന്റ് ആയി നിൽക്കില്ല, കാരണം മിനിമം എല്ലാ സബ്സ്പേസിലും 0 ഉണ്ടായിരിക്കും എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തു. അതിനുശേഷം നമ്മൾ വെക്ടർ സ്പേസിന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് W തന്നു കഴിഞ്ഞാൽ ആ W നമുക്ക് എങ്ങനെ ഒരു സബ്സ്പേസ് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഒരു ടെസ്റ്റിനെ പറ്റി നമ്മൾ കണ്ടു. അതായത് ഡബ്ല്യൂവിൽ ഏത് രണ്ട് വെക്ടേഴ്സ് യുവും വി എടുത്തു കഴിഞ്ഞാലും അവരുടെ സമ്മ ഡബ്ല്യൂവിൽ തന്നെ ഉണ്ടാവണം. അതുപോലെ ഡബ്ല്യൂവിലെ ഏത് വെക്ടർ യു എടുത്തു കഴിഞ്ഞാലും ഏത് സ്കെയിലാർ കെയ്ക്കും ഏത് റിയൽ നമ്പർ കെയ്ക്കും കെ ഇൻറ്റു യുവും ഡബ്ല്യൂവിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡബ്ല്യു ഒരു സബ്സ്പേസ് ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമ്മൾ ഒബ്സർവ് ചെയ്തിരുന്നു, ഈ രണ്ട് കണ്ടീഷനിൽ നിന്നും വെക്ടർ സ്പേസിലെ നമ്മുടെ വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിലെ 0 വെക്ടർ തന്നെ ആയിരിക്കും ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ സ്പേസിലും 0 വെക്ടർ. അതുപോലെ തന്നെ ആ 0 ഡബ്ല്യൂവിൽ എന്തായാലും ഉണ്ടാവും. ഡബ്ല്യു സബ്സ്പേസ് ആണെങ്കിൽ ആ 0 തന്നെ ഡബ്ല്യൂവിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് തന്നിരിക്കുന്ന ഒരു സബ്സെറ്റ് ഓഫ് എ വെക്ടർ സ്പേസ് അകത്ത് 0 വെക്ടർ ഇല്ലെങ്കിൽ, നമ്മുടെ ഫുൾ വെക്ടർ സ്പേസിലെ 0 വെക്ടർ ഇല്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അത് സബ്സ്പേസ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമെന്ന് നമ്മളൊന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? ദി സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സ് ഓഫ് ദ ഫോം A0 0B വിത്ത് ദ സ്റ്റാൻഡേർഡ് മെട്രിക്സ് അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അത് സബ്സ്പേസ് ഫോം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് കുറെ അധികം ക്വസ്റ്റ്യൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കോമൺ ഹെഡിങ് ഇതിനകത്ത് ഇല്ല എന്ന് മാത്രം. ഓക്കെ, ഇത് സബ്സ്പേസ് ഫോം ചെയ്യുമോ ഇല്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇതിൽ കൂടുതൽ എഴുതി ചേർത്തിട്ടുണ്ട്. The set of all 2x2 matrix of the form A0 0B with the standard matrix addition and scalar multiplication. Check the above collection from a vector space of M2. Okay, അത് ഒരു സബ്സ്പേസ് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ നമുക്കറിയാം, നമ്മളുടെ M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു സൊല്യൂഷനിലേക്ക് കിടക്കാം. നമുക്കറിയാം M2 എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സ് ആണ് വരിക. ഓക്കെ, ഇത് യൂഷ്വൽ മെട്രിക്സ് അഡീഷനിലും യൂഷ്വൽ മെട്രിക്സ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനിലും വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നു അല്ലെ. M2 വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ യൂഷ്വൽ അഡീഷൻ ഓഫ് മെട്രിസസ് ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് multiplication ഓൾസോ യൂഷ്വൽ. ഓക്കെ, ആ രണ്ട് സ്ട്രക്ചറിലുമാണ് M2 വെക്ടർ സ്പേസ് ആവുന്നുണ്ട്. ആ രണ്ട് സ്ട്രക്ചറിലും M2 വെക്ടർ സ്പേസ് ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ A0 0B എന്ന് പറയുന്ന കളക്ഷൻ, ഇപ്പൊ നമ്മളുടെ W എന്ന് പറയുന്നത് എന്താണ്? A0 0B എന്ന് പറയുന്ന കളക്ഷൻ ആണ്. ഇത് സബ്സ്പേസ് ആവുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. അപ്പൊ നമുക്കറിയാം A0 0B ഫോമിലുള്ള മെട്രിക്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സസ്. ഓക്കെ, ഡയഗണൽ മെട്രിക്സസ്, കാരണം മെയിൻ ഡയഗണൽ എൻട്രി ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഡയഗണൽ മെട്രിക്സസ് ആണ്. ഡയഗണൽ മെട്രിക്സസ് 2x2 ഡയഗണൽ മെട്രിക്സുകളാണിത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെന്തായാലും നോൺ എംപ്റ്റി ആണ് അല്ലെ, നോൺ എംപ്റ്റി ആണ്. പിന്നെ നമുക്കറിയാം ഇതില് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു എന്താണ്? ഇതിൽ 0 ഒറിജിനൽ വെക്ടർ സ്പേസിലെ 0 വെക്ടർ ഇല്ലെങ്കിൽ നമുക്ക് വെക്ടർ സ്പേസ് അല്ല എന്ന് പറയാം.
പക്ഷെ നമുക്കറിയാം ഇതിനകത്ത് എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. എയും ബിയും എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ തീർച്ചയായിട്ടും 0 0 0 0 എന്ന് പറയുന്ന മെട്രിക്സ് എവിടെ ഉണ്ടാവും? ഡബ്ല്യൂയിൽ ഉണ്ടാവും. അതായത് ഡയഗണൽ മെട്രിക്സുകളുടെ കളക്ഷൻ ആണ്. ഡയഗണൽ മെട്രിക്സുകൾ എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഡയഗണൽ എലമെന്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആണ്. ഡയഗണൽസും 0 ആണ്. അപ്പം ഈ 0 0 0 0 എന്ന് പറയുന്ന മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പൊ 0 0 0 0 നമുക്കറിയാം എയ്ക്കും ബിക്കും ഇവിടെ 0 കൊടുത്താൽ ഡബ്ല്യൂയിൽ ഉണ്ടാവും. അപ്പം 0 0 0 0 ഉണ്ട്. അതായത് ഈ 0 തന്നെയാണ് നമ്മുടെ വെക്ടർ M2ലെ 0. ഓക്കെ, 0 എലമെന്റ് ഇൻ M2 ഈസ് വാട്ട്? 0 0 0 0. ഓക്കെ, അപ്പൊ ഈ എലമെന്റ് ഇതിലുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? 0 വെക്ടർ ഡബ്ല്യൂയിൽ ഇല്ലെങ്കിൽ വെക്ടർ സ്പേസ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 0 വെക്ടർ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ബാക്കി കണ്ടീഷൻസും കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സ്മോൾ W1 എന്ന് പറയുന്നത് A1 0 0 A2 ഈ രണ്ട് കണ്ടീഷൻസും കൂടെ നമുക്ക് ഇനി ചെക്ക് ചെയ്യണം. അപ്പൊ A1 0 0 B1 എടുത്തു. അതേപോലെ W2 എന്ന് പറയുന്നത് A1 A2 0 0 B2 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൂടെ എടുത്തു. ഇത് രണ്ട് ഡബ്ല്യൂയിലെ രണ്ട് ആർബിട്രറി എലമെന്റുകളാണ്. ആർബിട്രറി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന എലമെന്റ് ആണ്. നമുക്കറിയാം എഗെയിൻ W1 പ്ലസ് W2 എന്ന് പറയുന്നത് A1 പ്ലസ് B1 0 പ്ലസ് 0 0 0 പ്ലസ് 0 0 B1 പ്ലസ് B2. അപ്പൊ ഇവിടെയും ഡയഗണൽ എലമെന്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആണ്. അല്ലെങ്കിൽ സം ഓഫ് ടു ഡയഗണൽ മെട്രിക്സസ് ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പൊ ഇത് ഡബ്ല്യൂയിൽ ഉണ്ടാവും. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷനോട് ചെക്ക് ചെയ്താൽ മതി. മൂന്നാമത്തെ കണ്ടീഷൻ നമുക്കറിയാം ഈസിലി അത് ഫോളോ ചെയ്യും. ഓക്കെ, ഒരു K എന്ന് പറയുന്ന ഒരു സ്കെയിലർ എടുത്തു. K ഇൻറ്റു W1 എന്ന് പറയുന്നത് നമുക്ക് KA1 0 0 K2. ഇനി ഈ ഓപ്പറേഷനിലാണ് ഒറിജിനൽ M2വില് അഡീഷനും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ സബ്സ്പേസ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതേ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും വെച്ച് വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഇതും ഡബ്ല്യൂയിൽ ഉണ്ടെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ W എന്ന് പറയുന്നത് എന്ത് ഫോം ചെയ്യും? ഓക്കെ, ദിസ് എവറിത്തിങ് ഇംപ്ലൈസ് W ഫോം എ സബ്സ്പേസ് ഓഫ് M2. ഓക്കെ, നമുക്ക് ഇതില് ക്വസ്റ്റ്യനില് നമുക്ക് ജസ്റ്റ് സബ്സ്പേസ് ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യാനുള്ളൂ. എങ്കിലും നമ്മൾ അതിന്റെ കൂട്ടത്തില് നമുക്ക് ഇത് എന്താണ് ഡയമെൻഷൻ? ഓക്കെ, ഡയമെൻഷൻ ഓഫ് ഇതിപ്പോ W ഫോം ചെയ്ത് സബ്സ്പേസ് ഫോം ചെയ്തിരിക്കും. നമ്മൾ ആ ഡയമെൻഷൻ ഓഫ് W എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സോ W എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സ് 2x2 ഡയഗണൽ മെട്രിക്സുകളാണ്. നമ്മൾ ഡയമെൻഷനിലേക്ക് പോവാണ്. ഓക്കെ, 0B Z AB എലമെന്റ് ഓഫ് R. ഇതിനെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് A0 0 അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു സ്പാനിങ് സെറ്റ് ഓഫ് 1 0 0 0 0 0 0 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എന്തുകൊണ്ടാണ്? സ്പാനിങ് സെറ്റ് ഓഫ് 1 0 0 0 0 0 0 1 എന്ത് വരും? യഥാർത്ഥത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് പോവാം. സ്പാനിങ് സെറ്റ് ഓഫ് 1 0 0 0 0 0 0 1 എന്ന് പറയുന്നത് ഇതൊരു V1 എന്ന് പറയുന്ന വെക്ടറാണ്. ഇത് V2 എന്ന് പറയുന്ന വെക്ടറാണ്. സ്പാൻ ഓഫ് നമുക്കറിയാം സ്പാൻ ഓഫ് V1 V2 എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ദീസ് വെക്ടേഴ്സ് V1 ആൻഡ് V2. സോ ആൽഫ ഇൻറ്റു അല്ലെങ്കിൽ A ഇൻറ്റു V1 പ്ലസ് A ഇൻറ്റു V1 പ്ലസ് B ഇൻറ്റു V2 such that A and B are റിയൽ നമ്പേഴ്സ്. അതാണ് സ്പാനിങ് സെറ്റ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഇത് A ഇൻറ്റു 1 0 0 0 പ്ലസ് B ഇൻറ്റു 0 0 0 1 such that A and B are varying. ഓക്കെ, സോ അത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആദ്യത്തേനെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, രണ്ടാമത്തേനെ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് A0 0 B എന്ന് പറയുന്ന എല്ലാ മെട്രിക്സുകളും കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് സ്പാനിങ് സെറ്റ് ഓഫ് 1 0 0 0 0 0 1 0 എന്ന് പറയുന്നത് ഈ W ആണ് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പൊ എന്താണ് ഇനി 1 0 0 0യും 0 0 0 1ഉം ഓക്കെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ? അതായത് ലീനിയർലി ഇൻഡിപെൻഡൻസിയും കൂടെ നമുക്ക് നോക്കണം ഈ വെക്ടേഴ്സിന്റെ. അപ്പം 1 0 0 0യും
0 0 0 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ട് വെക്ടേഴ്സ് ആണ്, v1ഉം v2 ആണ്. അപ്പം രണ്ട് വെക്ടേഴ്സ് നമുക്കറിയാം, ടു വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡന്റ് ഇഫ് ആൻഡ് only if two vectors v1 and v2. Okay, v1 and v2 are linearly dependent if and only if v1 is some scalar multiple of v2 അല്ലെ v2 is some another scalar multiple of v1. നിങ്ങൾ രണ്ട് വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡന്റ് ആവുന്നപ്പോഴാണ്, ഒന്ന് മറ്റേതിന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ട് വരുമ്പോഴാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ v1 എന്ന് പറയുന്ന മെട്രിക്സിനെ ഏത് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടില്ല, v2 കിട്ടില്ല അല്ലെ. v1നെ നമ്മൾ കാരണം v1ന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾസ് എല്ലാം ഏത് രൂപത്തിലായിരിക്കും, സം k0 0 ഫോമിലായിരിക്കും. അതൊരിക്കലും എന്താവില്ല, v2 ആവില്ല. ഓക്കെ, ഇതൊരിക്കലും v2 ആവില്ല. അതുകൊണ്ട് ഒരിക്കലും v1 എന്ന് പറയുന്നത് ഒരിക്കലും v2ന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ അല്ല, അല്ലെങ്കിൽ തിരിച്ച് v2 എന്ന് പറയുന്നത് ഒരിക്കലും v1ന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ അതുകൊണ്ട് v1ഉം v2 എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ v1 ആൻഡ് v2 ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോ നമുക്ക് w എന്ന് പറയുന്നത് സ്പാനോ, നമ്മൾ കണ്ടു w എന്ന് പറയുന്നത് സ്പാനോ v1 v2 ആണ്. v1ഉം v2, അതായത് v1ഉം v2 കൂടെ w-നെ സ്പാൻ ചെയ്യുന്നു. v1ഉം v2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, v1 v2 is a basis of w. ഓക്കെ, w-ന്റെ ബേസ് ആവുന്നു. അപ്പോ w-ന്റെ ഡയമെൻഷൻ എന്താണ്, w-ന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 ആണ്. നമുക്കറിയാം സെറ്റ് ഓഫ് m2ന്റെ ഡയമെൻഷൻ 4 ആണ് അല്ലെ, m2ന്റെ ഡയമെൻഷൻ 4 ആണ്. അപ്പം m2ന്റെ ഒരു സബ്സ്പേസ് ആയ w-ന് എന്തായാലും 4നേക്കാൾ ഡയമെൻഷൻ താഴെയായിരിക്കും. അപ്പോ w-ന്റെ ഡയമെൻഷൻ ഇവിടെ നമുക്ക് ഇപ്പൊ കിട്ടിയത് എത്രയാണ്, 2 ആണ്. ഓക്കെ, ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മള് w എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നു, 2x2 മെട്രിക്സിന്റെ ആണ്. ഇത് സബ്സ്പേസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. നമുക്കറിയാം സീറോ വെക്ടർ ഇല്ലെങ്കിൽ എന്തായാലും സബ്സ്പേസ് ഫോം ചെയ്യില്ല. അപ്പൊ സീറോ വെക്ടർ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തു. സീറോ വെക്ടർ ഉണ്ട്. സീറോ വെക്ടർ ഉള്ള സ്ഥിതിക്ക് സബ്സ്പേസ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ മറ്റ് രണ്ട് കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യുന്നു. സമ്മും സ്കെയിലാർ മൾട്ടിപ്പിളും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു, ഉണ്ടെന്ന് കിട്ടുന്നു. അപ്പൊ w സബ്സ്പേസ് ആയി. ദെൻ നമ്മൾ w-ന്റെ ഡയമെൻഷനും കൂടെ നോക്കുന്നു. അപ്പം w-ന്റെ ഒരു എലമെന്റിന്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് അത് സ്പാൻ ഓഫ് 100 അതുപോലെ 0001 ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. പിന്നീട് അപ്പം എന്തായാലും ഈ രണ്ട് വെക്ടേഴ്സും കൂടെ w-നെ സ്പാൻ ചെയ്യുന്നുണ്ട്. ഇനി ഇവര് ലീനിയർലി ഇൻഡിപെൻഡന്റും കൂടി ആയാൽ ഇവര് അങ്ങ് ബേസിസ് ആയിക്കോളും. ഓക്കെ, അപ്പൊ അവരുടെ ലീനിയർലി ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യുന്നു. അപ്പൊ രണ്ട് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യാൻ നമ്മൾ ഒന്നൊന്നിന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണോ അല്ലയോ നോക്കിയാൽ മതി. അതായത് ഒന്നൊന്നിന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണെങ്കിൽ ലീനിയർ ഇൻഡിപെൻഡന്റ് അല്ല, ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. അത് പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. v1 എന്ന് പറയുന്നത് v2ന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇവർ പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോ നമുക്ക് എന്ത് മതി, ഒരു ലീനിയർലി ഒന്നൊന്നിന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്യുന്നു, അല്ലാന്ന് കാണാൻ പറ്റുന്നു. അതുകൊണ്ട് ഇവർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം w-നെ ഈ v1 v2 സ്പാൻ ചെയ്യുന്നു. v1 v2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ സെറ്റ് v1 v2 എന്താവും, w-ന് ബേസിസ് ആവും. അപ്പോൾ ബേസിസിൽ രണ്ട് എലമെന്റ് ആയതുകൊണ്ട് നമുക്ക് w-ന്റെ ഡയമെൻഷൻ 2 ആണോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് പേജ് 200-ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. അപ്പോൾ ഡിറ്റർമിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സബ്സ്പേസ് ഓഫ് R3. R3യുടെ സബ്സ്പേസുകൾ ആവുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഓൾ വെക്ടേഴ്സ് ഓഫ് ദ ഫോം A00, ഓൾ വെക്ടേഴ്സ്. സെക്കൻഡ് ഓൾ വെക്ടേഴ്സ് ഓഫ് ദ ഫോം A11, ഓൾ വെക്ടേഴ്സ് ഓഫ് ദ ഫോം ABC B equal to A plus C, ഓൾ വെക്ടേഴ്സ് ഓഫ് ദ ഫോം ABC വിത്ത് B equal to A plus C plus 1, ഓൾ വെക്ടേഴ്സ് ഓഫ് ദ ഫോം AB0. ഓക്കെ, നമ്മളുടെ സൊല്യൂഷനിലേക്ക് പോവാം. എ പാർട്ട് എന്ന് പറയുന്നത് ഓൾ വെക്ടേഴ്സ് ഓഫ് ദ ഫോം A00, അതായത് w എന്ന് പറയുന്നത് w1 എന്ന് വിളിക്കാൻ നോക്കില്ലേ. w1 എന്ന് പറയുന്നത് A00 സച്ച് ദാറ്റ് A എലമെന്റ് ഓഫ് R. അതാണ് ഓൾ വെക്ടേഴ്സ് ഓഫ് ദ ഫോം ഇൻ R3 സച്ച് ദാറ്റ് A00, ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഓൾ A00 സച്ച് ദാറ്റ് A എലമെന്റ് ഓഫ് R. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നാമത്തേത് പോലെ സീറോ വെക്ടർ നമുക്കറിയാം. R3യിലെ സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ 000 ആണ്. അത് തീർച്ചയായിട്ടും എവിടെയുണ്ട്, w1-ലുണ്ട്. കാരണം ഇവിടെ എക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഈ വെക്ടർ കിട്ടും. അപ്പൊ നമുക്ക് വെക്ടർ സ്പേസ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്.
ഇനി നമുക്ക് സമ്മും സ്കെയിലർ മൾട്ടിപ്പിൾ കൂടെ നോക്കുക. ഇപ്പൊ W1 എന്ന് പറയുന്നത് സം A1 0 0, W2 എന്ന് പറയുന്നത് A2 0 0. അപ്പം W1 പ്ലസ് W2 എടുക്കുമ്പോൾ നമുക്കറിയാം A1 പ്ലസ് A2 0 0 ആണ്. അപ്പൊ അത് എന്തായാലും അതായത് ഇത്രേ ഉള്ളൂ. സെക്കൻഡ് കോർഡിനേറ്റും തേർഡ് കോർഡിനേറ്റും 0 ആണ്. അങ്ങനെ ആയിട്ട് വരുന്ന എല്ലാ എലിമെന്റ്സിന്റെയും കളക്ഷൻ ആണ്. അപ്പോ W1 പ്ലസ് W2 എന്ന് പറയുന്നത് W ക്യാപിറ്റൽ W1 അതേപോലെ തന്നെ സ്കെയിലർ മൾട്ടിപ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. K ഇൻറ്റു W1 എന്ന് പറയുന്നത് KA, 0 0 ആണ്. ഇതും W1 അപ്പോ നമുക്ക് സമ്മും സ്കെയിലർ മൾട്ടിപ്പിളും ഉണ്ട്. ഇത് 0 വെക്ടർ ഉണ്ട്. അപ്പോ എന്താണ് ക്യാപിറ്റൽ W1 എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓഫ് R3. ഇത് നമുക്കറിയാം. ഇത് ദിസ് ഈസ് നത്തിങ് ബട്ട് A00 ഇസ് നത്തിങ് ബട്ട് എക്സ് ആക്സിസ് ഇൻ R3 അല്ലെ. R3 എക്സ് ആക്സിസ് ആണ്. അപ്പൊ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഒറിജിനിൽ കൂടെ പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് R3. അപ്പൊ അത് സബ്സ്പേസ് ആയിട്ട് ഫോം ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ ഡയമെൻഷനിലേക്കൊക്കെ പോവാം. ദെൻ ഇതിന്റെ ഡയമെൻഷൻ നമ്മൾ നോക്കുമ്പോൾ ഡയമെൻഷൻ നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ സബ്സ്പേസ് ആണോ ഇതെന്നുള്ളത് മറ്റൊരു അപ്രോച്ചിലൂടെ വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാം. അതിലൂടെ നമുക്ക് ഡയമെൻഷനിലേക്ക് എത്താം. അതായത് നമുക്ക് ക്യാപിറ്റൽ W1 എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പറഞ്ഞ പോലെ A00 ആണ് അല്ലെ. A എലിമെന്റ് ഓഫ് R ആണ്. അപ്പൊ ഇതെന്താ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്പാനോ 100 എന്ന് എഴുതാം അല്ലെ. കാരണം എന്താണ്, സ്പാനോ 100 എന്ന് പറയുന്നത് set of all linear combination of this 100, that is A into 100 such that A element of R. ഓക്കെ, അതാണ് ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്ന A00, A element of R. അപ്പം ഇതൊരു സ്പാൻ ഓഫ് ഒരു എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സ്പാൻ ഓഫ് ഒരു സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സബ്സ്പേസ് ആണ്. ആ സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി W1 എന്താവും? ഒരു സബ്സ്പേസ് ആവും. ഓക്കെ, because spanning set of some set is always a subspace. Spanning set of a subspace is always a subspace. Apum this capital W1 is nothing but span of singleton set 100. That is a subspace. Moreover, it is the smallest subspace containing the set 100. Okay. ഇനി ഈ 100 എന്ന് പറയുന്ന ഈ സിംഗിൾ എലിമെന്റ് നമുക്കറിയാം 0 വെക്ടർ അല്ല. ഓക്കെ, നോട്ട് ഈക്വൽ ടു 0 0. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്തിരുന്നത് എന്ത്? സിംഗിൾ ടൺ സെറ്റുകള് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുന്നത് അല്ലെ. സിംഗിൾ ടൺ സെറ്റുകള് വെക്ടർ സ്പേസില് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇഫ് ആൻഡ് ഓൺലി V നോട്ട് ഈക്വൽ ടു 0. വെക്ടർ സ്പേസിലെ 0 വെക്ടർ അല്ലാത്ത ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടർ അടങ്ങുന്ന സിംഗിൾ ടൺ സെറ്റ്, ആ എലിമെന്റ് മാത്രം അടങ്ങുന്ന ഒരു എലിമെന്റ് ഉള്ള സെറ്റ് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പം 100 ഓൾവേസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അല്ലെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ചെക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആൽഫ ബി 0 ആണ്. സോ നമുക്ക് ഇഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 we can multiply with 1 by alpha. So 1 by alpha on both sides, multiply with 1 by alpha on both sides. So this implies 1 by alpha into alpha. By property this is 1 into V, that is V is equal to 0. When non-zero vector ആണെങ്കിൽ that is V is not equal to 0 implies V is linearly independent. Okay, അതുകൊണ്ട് നമുക്ക് ഇത് നോൺ സീറോ വെക്ടർ ആയതുകൊണ്ട് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഈ 100 എന്ന് പറയുന്ന സെറ്റ് എന്താണ്? W1 ബേസിസ് ആണ്. ഇസ് എ ബേസിസ് ഫോർ W1 because this set spans W1 and it is linearly independent. Okay. Okay, and അപ്പോ സെറ്റ് 100 എന്ന് പറയുന്നത് ഒരു ബേസിസ് ആവും W1. Therefore dimension of W1 is 1. ഓക്കെ, ഡയമെൻഷൻ ഓഫ് R3 3 ആണ്. ഇവിടെ W1 എന്ന് പറയുന്നത് R3 ഒരു സബ്സ്പേസ് ആണ്. അതിന്റെ ഡയമെൻഷൻ ഇവിടെ 1 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് all vectors of the form A11. അപ്പൊ ഫസ്റ്റ് സബ്സ്പേസ് ആകും. ഇനി വാട്ട് അബൌട്ട് all vectors of the form 11 അല്ലെ. നമുക്ക് A11 എന്ന് പറയുന്ന ഈ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ എന്തില്ല?
സീറോ വെക്ടർ ലൈ ചെയ്യുന്നില്ല. നമുക്കറിയാം സബ്സ്പേസ് ആണെങ്കിൽ എന്തായാലും സീറോ വെക്ടർ ഉണ്ടാവണം. അപ്പോൾ ബി എന്ന് പറയുന്നത് A11 കളക്ഷൻ ആണ്. സോ ഇതില് എന്തില്ല, സീറോ വെക്ടർ ഇല്ല. ഓക്കെ, ഇതിൽ സീറോ വെക്ടർ ഇല്ല. ഇംപ്ലൈസ് ദാറ്റ് കളക്ഷൻ ഇതിനെ W2 എന്ന് വിളിച്ചാൽ W2 ഈസ് നോട്ട് എ സബ്സ്പേസ്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ all vectors of the form ABC with B equal to A plus C. അതായത് സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റിന്റെയും തേർഡിന്റെയും സം ആയിട്ടാണ് വരിക. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, എ ബി സെറ്റ് ബി ഈക്വൽ ടു എ പ്ലസ് സി. സോ നമുക്ക് ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. എ കോമ ബിക്ക് പകരം എ പ്ലസ് സി എന്ന് കൊടുക്കാം, സി വീണ്ടും. അപ്പോൾ ഇവിടെ ആക്ച്വലി എയും ബിയും സിയും വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതിപ്പോ എയിലും ബിയിലും മാത്രമായി. സോ എയും സിയും വേരി ചെയ്താൽ മതി. അപ്പൊ ഇതാണ് നമ്മളുടെ കളക്ഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ആ ഒരു ഡിഫറെന്റ് അപ്രോച്ചിലൂടെ ഇങ്ങനെ എഴുതാം. It can be written as A into 1 1 0 plus C into 0 1 0. Sorry, 1. Okay. Such that A and C are varying. Okay. അല്ലേ, കറക്റ്റ് അല്ലേ? അതായത് ഈ എ ഇൻറ്റു എ, ഇത് ഫസ്റ്റ് വെക്ടർ എന്ന് പറയുന്നത് A0 വരും. സെക്കൻഡ് വെക്ടർ എന്ന് പറയുന്നത് 0 C C വരും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് A പ്ലസ് സി വരും. ഓക്കെ, അതായത് ഒറിജിനൽ വെക്ടർ കിട്ടും. അപ്പം ഇത് സ്പാനിങ് സെറ്റ് ഓഫ് 1 0 0, 0 1 1 എന്ന് എഴുതാം. Therefore this W3 is a subspace. കാരണം എന്താണ്, ഇതൊരു സം സെറ്റിന്റെ സ്പാനിങ് സെറ്റ് ആണ്. അപ്പം ഈ രണ്ട് വെക്ടറിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് ആണ് W3. Therefore W3 is a subspace. ഇനി വാട്ട് അബൌട്ട് ദ വെക്ടേഴ്സ് 1 0 1 1 0 ആൻഡ് 0 1 1, ഐ മീൻ ലീനിയർലി ഇൻഡിപെൻഡൻസി ഓഫ്. കാരണം 1 ഒരിക്കലും നമുക്ക് 1 1 0നെ അല്ലെങ്കിൽ 1 1 0നെ നമുക്ക് സം ആൽഫ ഇൻറ്റു 0 1 1 നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം ഇതിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് 1ഉം എപ്പോഴും ഇതിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് എപ്പോഴും 0യും ആണ്. ഓരോ ആൽഫയ്ക്കും നമുക്കിത് കോയിൻസൈഡ് ചെയ്യില്ല. Therefore these two vectors are linearly independent, or this 1 1 0 and 0 1 1 is linearly independent ആണ്. അപ്പോ നമുക്ക് ഈ സെറ്റ് 1 1 0 0 1 1 എന്ന് പറയുന്ന സെറ്റ് W3നെ സ്പാൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവര് ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്. Therefore 1 1 0 0 1 1 form a basis for W3. ഓക്കെ, അപ്പം W3യുടെ ഡയമെൻഷൻ എത്രയാണ്? 2 ആണ്. 2 ആണ്. ഫുൾ R3യുടെ സബ്സ്പേസ് ആണ്. R3യുടെ ഡയമെൻഷൻ നമുക്കറിയാം 3 ആണ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ഓഫ് ദ ഫോം ABC വേർ B ഈക്വൽ ടു A പ്ലസ് C പ്ലസ് 1. ഇവിടെ സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോർഡിനേറ്റിന്റെയും തേർഡ് കോർഡിനേറ്റിന്റെയും സമ്മിന്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, so W4 is equal to set upon ABC such that B equal to A plus C plus 1 ആണ്. Can be written as A comma A plus C plus 1 comma C such that AC element of R. Here ABC element of R. Okay. So നമുക്കറിയാം ഈ സ്പേസിൽ നമുക്ക് 0 0 0 ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് A കോമ A പ്ലസ് C പ്ലസ് 1 കോമ C എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഫോർ സം A ആൻഡ് C. ഓക്കെ, അപ്പൊ നമുക്ക് A 0 എന്ന് കിട്ടും, C 0 എന്ന് കിട്ടും.
വിച്ച് ഇംപ്ലൈസ് എ പ്ലസ് സി പ്ലസ് 1 എന്ന് പറയുന്നത് ഓക്കെ, ഇവിടെ നമുക്ക് എ 0 ആണ്, സി 0 ആണ്, എ പ്ലസ് സി പ്ലസ് 1 0 ആണ്. കാരണം ഈ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവുമ്പോൾ അവരുടെ കോർഡിനേറ്റ് സെയിം ആണ്. ഇതിൽ നിന്ന് നമുക്ക് എയും 0 ആണ്, സിയും 0 ആണ്. അത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 = 0 എന്ന് കിട്ടും. അത് പോസിബിൾ അല്ല. ഓക്കെ, അതുകൊണ്ട് എന്തില്ല, 0 0 0 എന്ന് പറയുന്ന വെക്ടർ ഇവിടെ ലൈ ചെയ്യില്ല. ഓക്കെ, W4 ലൈ ചെയ്യില്ല. അതുകൊണ്ട് W4 എന്തല്ല, W4 ഈസ് നോട്ട് എ സബ്സ്പേസ്. അപ്പൊ നമുക്ക് ആദ്യം 0 വെക്ടർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇല്ലാന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് W4 എന്ന് പറയുന്നത് സബ്സ്പേസ് അല്ല. ദെൻ ഓൾ വെക്ടേഴ്സ് ഓഫ് ദ ഫോം AB0. ഓക്കെ, അതായത് തേർഡ് കോർഡിനേറ്റ് 0 ആണ്. Okay, so it can be written as span of 1 0 0 comma 0 1 0. Okay, why? Because one span of 1 0 0 comma 0 1 0 means collection of all linear combination of these two vectors. Okay, plus B into 0 1 0 Z, A and B are element of R. So this is equal to nothing but A comma 0 0 plus 0 comma B comma 0, that is AB 0 Z, AB element of. So this is spanning of some set. Okay, this is some span of some S. What is S? Where S equal to 1 0 0 comma 0 1 0. So this is span of some set. Therefore W5 is a subspace. Okay, therefore W5 is a subspace. Also 1 0 0 cannot be written as a constant multiple of 0 1 0, because first coordinate of this vector is 1 and first coordinate of this vector is 0 for all alpha. Okay, therefore this first vector cannot be written as a linear combination of the other. Therefore these two vectors are linearly independent. Okay, therefore the set S 0 1 0 1 0 0 0 1 0 is linearly independent. Therefore this set is span W5 and this set is linearly independent. Therefore 1 0 0 comma 0 1 0 is a basis for W5. Therefore dimension of W5 is 2. ഓക്കെ, ഇവിടെ R3യുടെ സബ്സ്പേസ് ആണ്. നമുക്കറിയാം ഡയമെൻഷൻ ഓഫ് R3 എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ W5 അതിന്റെ ഒരു സബ്സ്പേസ് ആണ്. ഇതിന്റെ ഡയമെൻഷൻ ഇപ്പൊ നമുക്ക് 2 എന്ന് കിട്ടി. ഇപ്പൊ ഇതിന്റെ സബ്സ്പേസ് ആണ് 2 ഡയമെൻഷണൽ സബ്സ്പേസ് ആണ്. അപ്പൊ നമുക്ക് അല്ലെങ്കിലും നമുക്ക് ഇതിലേക്ക് നോക്കിയാൽ അറിയാം AB0 ഫോമിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ Z കോർഡിനേറ്റ് 0 ആണ്. XYZ എന്ന് പറയുന്നതിനകത്ത് Z കോർഡിനേറ്റ് 0 ആണ്. അപ്പം ആൻഡ് എയും ബിയും എല്ലാ പോസിബിലിറ്റീസും വരും. അതായത് നമ്മുടെ R3 സ്പേസിലെ XYZ സ്പേസിലെ XY പ്ലെയിൻ ആണ് ആക്ച്വലി നമ്മളുടെ W5 എന്ന് പറയുന്നത്. സോ അതൊരു സബ്സ്പേസ് ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോ ഇത് പേജ് നമ്പർ 200 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആക്ച്വലി ഇത് സബ്സ്പേസ് ആണോ ചെക്ക് ചെയ്യാനാണ്. അപ്പം സബ്സ്പേസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ നമുക്കിപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഇതിന്റെ ഒരു സബ്സ്പേസ് ആണോ നമുക്ക് ജസ്റ്റ് നോക്കി പോവാം. അപ്പൊ സബ്സ്പേസ് ആവുന്നവരുടെ നമുക്ക് ഡയമെൻഷൻ കൂടെ നോക്കി പോവാന്നുള്ളതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡയമെൻഷൻ. ഓക്കെ, ഓരോന്നിന്റെയും ഡയമെൻഷൻ കൂടെ നമുക്ക് സബ്സ്പേസ് ആവുന്നതിന്റെ ഡയമെൻഷൻ കൂടെ ഒന്ന് നോക്കി പോവാം. അപ്പം നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. യൂസ് തിയറം. ഓക്കെ, ഡിറ്റർമിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സബ്സ്പേസ് ഓഫ് MNN. ഓക്കെ, നമ്മളിവിടെ ആൻഡ് ഫൈൻഡ് ഡയമെൻഷൻ ഓഫ് സബ്സ്പേസസ് കൂടെ എഴുതാം. ഓക്കെ, സബ്സ്പേസ് ഏതൊക്കെയാണ് ഇതായിട്ട് വരിക. ദെൻ നമുക്ക് അതിന്റെ ഡയമെൻഷനും കൂടെ നോക്കി ആവുന്നതിന്റെ. അപ്പം നമുക്കറിയാം ഫുൾ സ്പേസ് V എന്ന് പറയുന്നത് നമുക്കിവിടെ MNN ആണ്. സോ V എന്ന് പറയുന്നത് MNN ആണ്. MNN മീൻസ് സ്പേസ് ഓഫ് ഓൾ 2/2 n/n matrices, vector space of all n/n matrices with usual addition. Usual addition എന്ന് പറഞ്ഞാൽ component wise addition
ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, യൂഷ്വൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇതാണ് നമ്മളുടെ സമ്മും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും. നമുക്ക് സെറ്റ് ഓഫ് ഓൾ ഡയഗണൽ n by n മെട്രിക്സ് ആണ്. അപ്പോ W എന്ന് പറയുന്നത് നമുക്കറിയാം A000 A1 എന്ന് കൊടുക്കാം, 0 A2 000 എക്സെട്ര 000 A. ഇതാണ് ഡയഗണൽ മെട്രിക്സസ്. A എലമെന്റ് ഓഫ് R ആണ്, I is equal to 1 to എക്സെട്ര up to n. അതായത് ഡയഗണൽ എൻട്രീസ് ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആണ്. അപ്പൊ ഇതിനകത്ത് എന്തായാലും 0 മെട്രിക്സ് ഉണ്ട്, കാരണം എല്ലാ വെക്ടേഴ്സും 0 കൊടുക്കുക. ദെൻ ഈ ഫോമിലുള്ള രണ്ട് മെട്രിക്സിന്റെ സം ഇതിൽ ഈ ഫോമിൽ തന്നെ ആയിരിക്കും. ഈ ഫോമിലുള്ള ഒരു മെട്രിക്സിനെ ഏത് സ്കെയിലറിന് മൾട്ടിപ്ലൈ ചെയ്താലും ഈ ഫോമിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് എന്തായാലും സബ്സ്പേസ് ഫോം ചെയ്യും. ഓക്കെ, സബ്സ്പേസ് ഫോം ചെയ്യും. നമ്മൾ സബ്സ്പേസ് നമ്മൾ തന്നെ ചെയ്ത് നോക്കിയാലും മതി, അല്ലെങ്കിൽ സബ്സ്പേസിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ കിട്ടിയപ്പോ. ദെൻ ഡയമെൻഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുക. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സ്പാൻ ഓഫ്, ഓക്കെ, ഡയമെൻഷൻ അപ്രോച്ചിലൂടെ നമുക്ക് തന്നെ സബ്സ്പേസ് ആണോ അല്ലയോ എന്നും കൂടെ ചെക്ക് ചെയ്ത് പോകാം ഒരേ സമയം. സ്പാൻ ഓഫ് 100, ഇവിടെ A1 A2 എക്സെട്ര AN ഒക്കെ ഡിഫറെന്റ് ആവാം, ജനറലി ഡിഫറെന്റ് ആവാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മെട്രിക്സുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ 0 0 0 0 1 0 0 എക്സെട്ര 0 0 0. അതായത് ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A1 ഇൻറ്റു ഈ മെട്രിക്സ് ആണ് വരിക. രണ്ടാമത്തെ A2 കിട്ടാൻ നമുക്ക് ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. മൂന്നാമത്തെ 0 0 എക്സെട്ര 0 0 0 എക്സെട്ര 0 0 0 1 0 0 0 എക്സെട്ര 0 0 0 ദെൻ എക്സെട്ര ലാസ്റ്റ് എൻട്രി ഒഴിച്ച് ബാക്കിയെല്ലാം 0 വരുന്ന മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഇവരെല്ലാം ഡയഗണൽ മെട്രിക്സുകളാണ് അല്ലെ. ഈ കളക്ഷനിൽ എഴുതിയ ഓരോന്നും ഡയഗണൽ മെട്രിക്സ് ആണ്. ഇത് ഫസ്റ്റ് മെട്രിക്സ്, ഇത് സെക്കൻഡ് മെട്രിക്സ്, ഇത് തേർഡ് മെട്രിക്സ് എക്സെട്ര അങ്ങനെ n മെട്രിക്സുകളാണ് വരിക. ഓക്കെ, അതായത് ഓരോ ഡയഗണൽ എൻട്രീസിലും 1 മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാസും 0 ആയിട്ടുള്ള മെട്രിക്സ് ആണിത്. ഇവരുടെ സ്പാൻ എടുക്കുമ്പോൾ നമുക്ക് W കിട്ടും അല്ലെ. കാരണം എന്താണ്, ഇവരുടെ സ്പാൻ എന്ന് പറയുന്നത് A1 ഇൻറ്റു ഫസ്റ്റ് കളക്ഷൻ ഓഫ് ഓൾ A1 ഇൻറ്റു, ഓക്കെ, ഇതിനെ ഞാൻ ഫസ്റ്റ് മെട്രിക്സിനെ 1 2 3 എന്ന് കൊടുക്കുന്നതിന് പകരം V1 V2 എക്സെട്ര V1 എന്ന് കൊടുക്കുവാണ്, VN എന്ന് കൊടുക്കുവാണ്, എക്സെട്ര VN. ഓക്കെ, അപ്പം നമുക്ക് A1 ഇൻറ്റു V1 പ്ലസ് A2 ഇൻറ്റു V2 പ്ലസ് എക്സെട്ര AN ഇൻറ്റു VN എന്ന് പറയുന്നത് ആണ് ഇവിടുത്തെ ഒരു W ഒരു ജനറൽ മെട്രിക്സ് വരിക. ഓക്കെ, A1 A2 എക്സെട്ര A. കാരണം ഈ മെട്രിക്സ് എന്ന് പറയുന്നത് A1 ഇൻറ്റു V1 പ്ലസ് എക്സെട്ര A2 ഇൻറ്റു AN എന്ന് പറയുന്നത് തിരിച്ച് നമുക്ക് W കിട്ടും. കളക്ഷൻ ഓഫ് ഓൾ A1 0 0 0 0 A2 0 0 എക്സെട്ര 0 0 എക്സെട്ര AN നമുക്ക് കാണാൻ പറ്റും. A1 A2 എക്സെട്ര A. ഓക്കെ, അപ്പോൾ നമുക്ക് ഡബ്ല്യുവിനെ സ്പാൻ ഓഫ് ദീസ് V1 V2 എക്സെട്ര VN n മെട്രിക്സസ് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് W ഒരു സബ്സ്പേസ് ആണ്. ബിക്കോസ് W എന്ന് പറയുന്നത് സ്പാൻ ഓഫ് സം സെറ്റ് ആണ്. ഓക്കെ, സ്പാൻ ഓഫ് സം സെറ്റ് S ആണ്. S എന്ന് പറയുന്നത് നമുക്ക് ഈ കളക്ഷനിലുള്ള ഇതിനെ നമുക്ക് S എന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ സ്പാൻ ഓഫ് S ആണ്. അതുകൊണ്ട് W സബ്സ്പേസ് ആണ്. സ്പാൻ ഓഫ് എനി സെറ്റ് ഈസ് എ സബ്സ്പേസ്. സബ്സ്പേസ് ആണ്. ഇപ്പൊ സബ്സ്പേസ് ആണ് നമുക്ക് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാം. ഈ സമ്മും സ്കെയിലർ മൾട്ടിപ്പിളും എടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ രീതിയിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഡയമെൻഷൻ ഓക്കെ. ഇനിയിപ്പോ ഈ V1 V2 എക്സെട്ര n എലമെന്റ്സ് സ്പാൻ ചെയ്യുന്നത് കിട്ടി. ഇവര് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് ഒരു ബേസിസ് ഫോം ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ C1 V1 ലീനിയർലി ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാൻ C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര CN VN ഈക്വൽ ടു 0. ഇവിടെ ഈ 0 എന്ന് പറയുന്നത് 0 മെട്രിക്സ് ആണ്. കാരണം ഇവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വെക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം C1 0 0 0 0 C2 എക്സെട്ര 0. കാരണം V1 V2 എക്സെട്ര VN ആ രൂപത്തിലാണുള്ളത്. ഇവരുടെ സം എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. ഇതെല്ലാം 0 എക്സെട്ര 0 0. അപ്പൊ നമുക്ക് C1 0 കിട്ടും. അതേപോലെ ഇത് 0 എന്ന് പറയാൻ പറ്റും. ഇതും സെയിം ആണ്, അത് പറയാൻ പറ്റും. ഈ C2 ഇവിടെയുള്ള 0 സെയിം ആണ്. അപ്പൊ C2 0 എന്ന് പറയാൻ പറ്റും. അതേപോലെ എക്സെട്ര CN ഈ 0 സെയിം ആണ്, CN 0. അങ്ങനെ ഓരോന്നും 0 എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് എന്താണ്, C1 V1 പ്ലസ് എക്സെട്ര CN VN 0 ആണ്. ഇംപ്ലൈസ് C1 ഈക്വൽ ടു എക്സെട്ര CN ഈക്വൽ ടു 0. Therefore the set V1 V2 എക്സെട്ര VN ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പൊ ഈ n മെട്രിസസ് അല്ലെങ്കിൽ ഈ n വെക്ടേഴ്സ്
ഡബ്ല്യുവിനെ സ്പാൻ ചെയ്യുന്നു. അതേപോലെ ഈ n വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡയമെൻഷൻ ഓഫ് ദിസ് ഡബ്ല്യു എന്ന് പറയുന്നത് n ആണ് എന്ന് പറയാൻ പറ്റും. അതായത് നമുക്ക് ഇവിടെ ഡയമെൻഷൻ ഓഫ് ഫുൾ സ്പേസ് mn ആണ്. ഇതിന്റെ ഡയമെൻഷൻ നമുക്കറിയാം n² ആണ്. ഓക്കെ, അപ്പോ സെറ്റ് ഓഫ് ഓൾ സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സ് ആണെങ്കിൽ നമുക്കറിയാം ഡയമെൻഷൻ ഓഫ് m22 അല്ലെ ഡയമെൻഷൻ ഓഫ് സിംപ്ലി m2 എന്നാണ് നമ്മൾ എഴുതുക. m2 എന്നാണ് എഴുതുക, അല്ലെ mn എന്നാണ് എഴുതുക. അപ്പോൾ ഇത് 4 ആണ് വരിക. പക്ഷെ 2x2 ഡയഗണൽ മെട്രിക്സിന്റെ സം എന്ന് പറയുന്നത് 2 ആണ് വരിക. ഓക്കെ, 2x2 ഡയഗണൽ മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അതൊരു സബ്സ്പേസ് ആവും. സ്പേസ് ഓഫ് 2x2 ഡയഗണൽ മെട്രിക്സിന്റെ ഡയമെൻഷൻ 2 ആണ്. ഓക്കെ, കാരണം എന്താണ്? നമുക്കത് A0 ഫോമിലാണ് വരിക, അല്ലെ A10 ഫോമിലാണ് വരിക. രണ്ട് എലമെന്റ്സ് സ്പാൻ വെച്ചിട്ട് നമുക്ക് ഇതിനെ സ്പാൻ ചെയ്യിപ്പിച്ച് ആ രണ്ട് എലമെന്റ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. Then B question, set of all n by n matrices is that determinant of A equal to 0. ഓക്കെ, അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നമ്പർ ആണ്. ഡിറ്റർമിനന്റ് 0 വരുന്ന രണ്ട് മെട്രിക്സുകൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സം അതിനകത്ത് ഉണ്ടാവുമോ, അതുപോലെ സ്കെയിലർ മൾട്ടിപ്ലൈന്റെ ഒരു നേച്ചർ എന്താണ്. അപ്പൊ ഇത് സബ്സ്പേസ് അല്ല എന്നാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എ എലമെന്റ് ഓഫ് mn ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഇക്വൽ ടു 0. ഡിറ്റർമിനന്റ് 0 വരുന്ന മെട്രിക്സ്. നമുക്കറിയാം ഓഫ് കോഴ്സ് 0 മെട്രിക്സ് ഇതിലുണ്ട്, അല്ലെ 0 മെട്രിക്സ് ഇതിലുണ്ട്. കാരണം 0 മെട്രിക്സിന് ഡിറ്റർമിനന്റ് 0 ആണ്. ഇതെന്തായാലും ഡബ്ല്യൂവിൽ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് നമുക്ക് സബ്സ്പേസ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. രണ്ടെണ്ണം ചെക്ക് ചെയ്യാം. നമ്മള് ഫോർ എക്സാമ്പിൾ ഡിറ്റർമിനന്റ് 0 വരുന്ന രണ്ട് മെട്രിക്സുകൾ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ 1 0 0 0, ബാക്കിയെല്ലാം 0 0 0 എക്സെട്ര 0 0. ഇതിന്റെ ഡിറ്റർമിനന്റ് നമുക്കറിയാം 0 ആണ് വരിക. അതേപോലെ 0 0 0 0, 0 1 0 0 0, 0 0 1 0 0 0 എക്സെട്ര 0 0 0 0 1. അതായത് ഇവിടെ ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി 1, ബാക്കി എല്ലാം 0. ഇതിനകത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി 0 ആണ്. മോറോവർ ഫസ്റ്റ് റോ 0 ആണ്. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എൻട്രി 1 ആണ്. അതൊഴിച്ച് ബാക്കിയെല്ലാം 0 ആണ്. തേർഡ് റോയിലെ തേർഡ് എൻട്രി 1 ആണ്. അതൊഴിച്ച് എല്ലാം 0 ആണ്. ലാസ്റ്റ് റോയിലെ ലാസ്റ്റ് എൻട്രി 1 ആണ്. ബാക്കിയെല്ലാം 0 ആണ്. അപ്പൊ ഈ രണ്ട് മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ V1 എന്ന് W1 എന്ന് വിളിക്കുന്നു, ഇതിനെ W2 എന്ന് വിളിക്കുന്നു. നമുക്ക് W1 പ്ലസ് W2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. 1 0 0 0 0 1 0 0 0 എക്സെട്ര 0 0 1 കിട്ടും. പക്ഷേ അതായത് ഇനി ഈ ഡിറ്റർമിനന്റ് ഓഫ് W1 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അതുപോലെ ഡിറ്റർമിനന്റ് ഓഫ് W2 എന്ന് പറയുന്നതും 0 ആണ്. കാരണം ഇതിനകത്ത് മൊത്തം 0 ആയിട്ടുള്ള റോ ഉണ്ട്, ഇവിടെ മൊത്തം 0 ആയിട്ടുള്ള റോ ഉണ്ട്. അപ്പം ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ 0 ആണ് വരിക. പക്ഷേ ഡിറ്റർമിനന്റ് ഓഫ് ഇവരുടെ സമ്മ് W1 പ്ലസ് W2 എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് I ആണ് വരിക. അത് 1 ആണ്. അപ്പം രണ്ട് ഡിറ്റർമിനന്റിന്റെ 0, രണ്ട് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 എന്നും പറഞ്ഞിട്ട് അതിന്റെ സമ്മിന്റെ ഡിറ്റർമിനന്റ് 0 പറഞ്ഞാൽ നിർബന്ധമില്ല. അപ്പം എന്ത് ഫോം ചെയ്യില്ല? W ഈസ് നോട്ട് എ സബ്സ്പേസ്. ഇതൊരിക്കലും സബ്സ്പേസ് ആവില്ല. W ഈസ് നോട്ട് എ സബ്സ്പേസ്. ഇപ്പൊ 0 വെക്ടർ ഉണ്ട്, പക്ഷേ സമ്മും സ്കെയിലർ മൾട്ടിപ്പിളും ഉണ്ടാവണം നിർബന്ധമില്ല. ഓക്കെ, സമ്മില്ല. ഓക്കെ, പക്ഷേ ഇവിടെ സ്കെയിലർ മൾട്ടിപ്പിൾ ഉണ്ടാവും. കാരണം ഡിറ്റർമിനന്റ് ഓഫ് K ഇൻറ്റു A എന്ന് പറയുന്നത് K² ഇൻറ്റു K² അല്ല, K⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് A എന്നാണ് വരിക. അതുകൊണ്ട് ഇത് 0 ആയിപ്പോ. അതുകൊണ്ട് സ്കെയിലർ മൾട്ടിപ്പിൾ ഉണ്ട്, പക്ഷേ സമ്മില്ല. ഓക്കെ, ഇതിനകത്ത് C ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ n by n മെട്രിക്സ് സേസ് ഇസ് എ ട്രേസ് ഓഫ് A ഈക്വൽ ടു 0. നമുക്കറിയാം ട്രേസ് ഓഫ് ആൻ n by n മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസിന്റെ സമ്മാണ്. n by n മെട്രിക്സ് വേണം. n by n മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസിന്റെ സമ്മിനെയാണ് നമ്മൾ ട്രേസ് എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ ട്രേസ് 0 വരുന്ന രണ്ട് മെട്രിക്സുകൾ എടുത്തു കഴിഞ്ഞാൽ ട്രേസ് 0 വരുന്ന മെട്രിക്സുകളുടെ കളക്ഷൻ സബ്സ്പേസ് ആകോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ W എന്ന് പറയുന്നത്
സെറ്റ് ഓഫ് ഓൾ n by n മെട്രിക്സസ് സച്ച് ദാറ്റ് ട്രേസ്, ഞാനിങ്ങനെയാണ് ട്രേസ് എന്ന് എഴുതാം. ഓക്കെ, ട്രേസ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ട്രേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ട്രേസ് സപ്പോസ് എ ഈസ് ഈക്വൽ ടു a11, a12, etc. a1n, a21, etc. a2n, a22, etc. 2n, etc. an1, an2, etc. an. ഇത് a11 പ്ലസ് a22 പ്ലസ് എക്സെട്ര an, ഈ സമ്മിനെയാണ് നമ്മൾ ട്രേസ് എന്ന് വിളിക്കുക. അതായത് ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ സമേഷൻ i ഈസ് ഈക്വൽ ടു 1 to n aii, ഇതിനെയാണ് നമ്മൾ ട്രേസ് എന്ന് വിളിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1 2 3 4 1 2 3 4 എന്ന് പറയുന്ന 2x2 മെട്രിക്സ് ആണെങ്കിൽ ഇതിന്റെ ട്രേസ് എന്ന് പറയുന്നത് 1 + 4 ആണ് വരിക. ഡയഗണൽ ട്രേസിന്റെ സം 1 ഉം 4 ഉം കൂടെ ആഡ് ചെയ്താൽ മതി, 5 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്കറിയാം സീറോ മെട്രിക്സ് ഉണ്ടോ നോക്കുക. അതായത് നമ്മുടെ mnലെ സീറോ മെട്രിക്സ് ഇതാണ് വരിക. നമുക്കറിയാം ഇതിന്റെ എല്ലാ എൻട്രീസും 0 ആണ്. ഇൻ പെർട്ടിക്കുലർ ഡയഗണൽ എൻട്രീസും 0 ആണ്. അതുകൊണ്ട് അവരുടെ സം എടുത്തു കഴിഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് സീറോ മെട്രിക്സ് നമ്മുടെ W വരും. ദെൻ സ്മോൾ w1 സ്മോൾ w2 നമുക്ക് ക്യാപിറ്റൽ W എടുക്കുക. നമുക്കറിയാം നമുക്ക് മെട്രിക്സ് അഡീഷൻ വരുമ്പോൾ a11, a12, etc. a1n, a21, a22, etc. a2n, etc. an1, an2, etc. an, ഇങ്ങനെയാണ് വരിക. ഫസ്റ്റ് ഒരു മെട്രിക്സ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് നമുക്ക് b11, b12, etc. b1n, b21, b22, etc. b2n, etc. bn1, bn2, etc. bn, ഇങ്ങനെയാണ് വരിക. ഇവർ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് ആഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് എൻട്രി a11 പ്ലസ് b11 വരും. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എൻട്രി a22 പ്ലസ് b22 വരും. തേർഡ് റോയിലെ തേർഡ് എൻട്രി a33 പ്ലസ് b33 വരും, എക്സെട്ര. ലാസ്റ്റ് റോയിലെ ലാസ്റ്റ് എൻട്രി ann പ്ലസ് bnn വരും. നമുക്ക് ട്രേസ് അറിയാനായിട്ട് ഇവിടുത്തെ എലമെന്റ്സിന്റെ ആവശ്യമൊന്നുമില്ല, ഡയഗണൽ എൻട്രീസ് മാത്രം മതി. അപ്പൊ എയുടെ ട്രേസ്, അപ്പൊ ഇതിന്റെ ട്രേസ് എന്ത് വരും? ഇതാണ് a പ്ലസ് ബി. ട്രേസ് ഓഫ് a പ്ലസ് ബി എന്ന് പറയുന്നത് a11 പ്ലസ് b11 പ്ലസ് a22 പ്ലസ് b22 ഇവരെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് a11 പ്ലസ് ഇതിനെ നമുക്ക് സമേഷൻ i ഈസ് ഈക്വൽ ടു 1 to n aii പ്ലസ് സമേഷൻ i ഈസ് ഈക്വൽ ടു 1 to nbii എന്ന് എഴുതാം. ഓക്കെ, a11 പ്ലസ് b11 പ്ലസ് a22 പ്ലസ് b22 എക്സെട്ര എന്നാണ് വരിക. പക്ഷെ a11 പ്ലസ് a22 പ്ലസ് എക്സെട്ര ann പ്ലസ് വീണ്ടും, അതായത് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഇത് ഇങ്ങനെ ആഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ എഴുതാം. അതായത് ഇത് നമുക്ക് ട്രേസ് ഓഫ് എ ആണ് വരിക, മറ്റേത് ട്രേസ് ഓഫ് ബി ആണ്. അപ്പൊ ട്രേസ് ഓഫ് എ ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് ബി ആണ്. അപ്പോ ട്രേസ് ഓഫ് w1 w2 നമ്മൾ വെക്ടർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് മെട്രിക്സുകൾ. ഇപ്പൊ ട്രേസ് ഓഫ് ഇത് മെട്രിക്സുകളാണ്. ഇപ്പൊ ട്രേസ് ഓഫ് w1 പ്ലസ് ട്രേസ് ഓഫ് w2 എന്നാണ് വരിക. അപ്പം w1 w2 w ആയതുകൊണ്ട് ഓരോന്നിന്റെയും ട്രേസ് 0 ആയതുകൊണ്ട് സമ്മ് 0. അപ്പൊ w1 പ്ലസ് w2ന്റെ ട്രേസ് 0 വരുന്നതുകൊണ്ട് w1 പ്ലസ് w2 എവിടെ ഉണ്ടാവും? ക്യാപിറ്റൽ W ഉണ്ടാവും. ഇനി k ഇൻറ്റു w1 എടുക്കുക, സ്കെയിലാർ മൾട്ടിപ്പിള്. അപ്പൊ ഓരോ വെക്ടറിനെയും നമ്മൾ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. k ഇൻറ്റു 21 എക്സെട്ര, k ഇൻറ്റു a22 എക്സെട്ര, k ഇൻറ്റു a2n എക്സെട്ര എക്സെട്ര, k ഇൻറ്റു ann എന്ന് വരും. അപ്പൊ ഇവിടെ ട്രേസ് വരിക kw1 എന്ന് പറയുന്നത് summation I is equal to 1 to n k into aii എന്നാണ്. സോ k into summation I is equal to 1 to n aii വരും. അതായത് 0 വരും. k into 0 ആണ് വരിക, ദാറ്റ് ഈസ് 0 വരും. അപ്പം സ്കെയിൽ ഒരു ട്രേസ് 0 വരുന്ന ഒരു മെട്രിക്സിനെ നമ്മളൊരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ട്രേസ് നോക്കുവാണെങ്കിൽ നമുക്ക് 0 കിട്ടും. ഓക്കെ, അപ്പോ ഇതിലുള്ള രണ്ട് മെമ്പേഴ്സിന്റെ സമ്മും സീറോ മെട്രിക്സ് ഉണ്ട്. ഇതിലുള്ള രണ്ട് മെമ്പേഴ്സിന്റെ സം ഇതിലുണ്ട്. ഇതിലുള്ള ഒരു മെമ്പറിന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ഇതിലുണ്ട്. അതുകൊണ്ട് W എന്ന് പറയുന്നത് എന്താവും? സബ്സ്പേസ് ആവും.
അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പം ഡബ്ല്യു എന്ന് പറയുന്നത് ആർ എം എൻ എന്നിന്റെ സബ്സ്പേസ് ആണ് വരിക. എം എൻ്റെ ഡയമെൻഷൻ എൻ സ്ക്വയർ ആണ്. ഡബ്ല്യുവിന്റെ ഡയമെൻഷൻ നമുക്കറിയണം. ഓക്കെ, അപ്പോ ഡബ്ല്യു നമുക്കൊരു ആർബിട്രറി, അപ്പൊ ഡബ്ല്യുവിനെ സ്പാൻ ചെയ്യുന്ന ഒരു സെറ്റും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ കിട്ടണം. അപ്പൊ നമുക്ക് ആദ്യം M2 ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതായത് ഡബ്ല്യു എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിസസ് സച്ച് ദാറ്റ് ട്രേസ് ഈസ് 0. ഓക്കെ, സച്ച് ദാറ്റ് trace of this A. Okay, trace of A is equal to 0 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇവിടെ ട്രേസ് ഓഫ് എ എന്ന് പറയാം, ഇവിടെ A11 പ്ലസ് A22 ആണ്, അത് 0 ആണ്. അതായത് A22 ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് A11. ഓക്കെ, അതായത് കളക്ഷൻ ഓഫ് ഓൾ മെട്രിസസ് A11, A12, A21, A22 വരെ നമുക്ക് എന്ത് കൊടുക്കാം, മൈനസ് A11 എന്നും, such that A11, A12, A21 element of R. ഇവിടെ A11, A12, A21, A22 element of R ആണ്. ഇവിടെ നമുക്ക് A11, A12, A21 3 element of R ആണ്. ഓക്കെ, so it can be written as span of 1, 0, 0, minus 1, then 0, 1, 0, 0, 0, 0, 1, 0 നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ അല്ലേ? കാരണം ഇതിനെ V1 എന്ന് വിളിക്കുന്നു, ഇതിനെ V2 എന്ന് വിളിക്കുന്നു, ഇതിനെ V3 എന്ന് വിളിക്കുന്നു. നമുക്ക് സ്പാൻ ഓഫ് V1, V2, V3 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ A into V1 plus B into V2 plus C into V3 so that ABC element of R ആണ്. Okay. So this is equal to A into V1. ഇതാണ് V1. V1 ഫസ്റ്റ് 1, 0, 0, minus 1. അപ്പൊ A into V1 എന്ന് പറയുന്നത് A0, 0, minus A plus B into V2 0, 1, 0, 0 അതിനെ B1 മൾട്ടിപ്ലൈ ചെയ്താൽ 0, B, 0, 0. C into V3 0, 0, C, 0 ABC element of R. That's equal to A plus 0 plus 0 A, 0 plus B plus 0 B, 0 plus 0 plus C, C, minus A plus 0, 0, minus A. So that ABC element of R. അതായത് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, ഫോർത്ത് എൻട്രി മൈനസ് എ ആണ്. കാരണം എയും മൈനസ് എയും കൂട്ടുമ്പോഴാണ് നമുക്ക് 0 കിട്ടുക. അല്ലെങ്കിൽ ഇവിടെ എലമെന്റ് ഈ ഡയഗണൽ എൻട്രീസിന്റെ സമ്മ് 0 ആണ്. ആ രൂപത്തിലുള്ള എലിമെന്റ്സ് ആണ് വരും. അപ്പൊ ഇത് നമുക്ക് എക്ക് പകരം A11 എന്നും ബിക്ക് പകരം A12 എന്നും സിക്ക് പകരം A21 എന്നും പിന്നെ മൈനസ് എ എന്ന് പറയുന്നത് വീണ്ടും മൈനസ് A11 വരും. അതായത് ഈ മെട്രിക്സ് തിരിച്ചു കിട്ടും നമുക്ക്. ഓക്കെ, അത് ഇത് വെറുതെ ഇതാണ്. ഓക്കെ, സ്കെയിലാറുകളാണ്. അപ്പൊ അത് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. A21 മൈനസ് A11 A11, A12 മൈനസ് A21 എലമെന്റ് ഓഫ് R നമുക്ക് എഴുതാം. അതും ഇതും സെയിം ആണ്. ഓക്കെ, ഇത് നമ്മളുടെ W തന്നെയാണിത്. അപ്പൊ ഈ 3 മെട്രിക്സ് കൂടെ ഇതിനെ സ്പാൻ ചെയ്യും. നമുക്കറിയാം ഈ മെട്രിക്സ് എടുത്താൽ ഇതിന്റെ ഫസ്റ്റ് മെട്രിക്സ് എടുത്താൽ ഇതിന്റെ ട്രേസ് 0 ആണ്, ഇതിന്റെ ട്രേസ് 0 ആണ്, തേർഡിന്റെ ട്രേസ് 0 ആണ്. ഇവര് ഇതിനകത്ത് വരുന്ന ആളുകളാണ്, നമ്മുടെ ഡബ്ല്യൂയിൽ വരുന്ന ആളുകളാണ്. ഏത് മെട്രിക്സിനെയും ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ദെൻ ഇവര് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയാൽ ഇവരങ്ങ് ബേസിസ് ആവും. ഓക്കെ, ഇവരുടെ ലീനിയർലി ഇൻഡിപെൻഡൻസി നമുക്ക് ചെക്ക് ചെയ്യാം. 3 വെക്ടേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് 2 വെക്ടേഴ്സ് ആയിരുന്നു ഒന്നൊന്നിൽ സ്കെയിലർ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതിയായിരുന്നു. 3 എണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയാ, നമുക്ക് ഡയറക്റ്റ് ഡെഫിനിഷൻ നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, A into C1 into V1 plus C2 into V2 plus C3 into V3 0 കിട്ടുമെന്ന് നോക്കുക. സോ ദിസ് സിംപ്ലൈസ് C1 into V1 എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? C1 into V1 എന്ന് പറയുന്നത് C1 0, 0 minus C1, C2 into V2 0, C2 0. ഓക്കെ, അപ്പം ലാസ്റ്റ് നമുക്ക് 0, C2, C3 0, C3 മൈനസ് C1 എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈക്വൽ ടു ഇത് 0 മെട്രിക്സ് ആണ് M2ലെ 0, 0, 0, 0. സോ C1 ഈക്വൽ ടു 0. പരസ്പരം എലിമെന്റ് കമ്പയർ ചെയ്യുക. C2 ഈക്വൽ ടു 0,
C3 equal to 0. Therefore, the set is V1, V2, V3 is linearly independent. അപ്പൊ ഇവര് ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്. ഇവര് എന്ത് ചെയ്യുന്നു? ഇവര് ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്. ഇവര് ഡബ്ല്യുവിനെ സ്പാൻ ചെയ്യുന്നു. അപ്പോ ഇവര് ഡബ്ല്യുവിന് ബേസിസ് ആവും. ഓക്കെ, അതായത് ഡയമെൻഷൻ ഓഫ് ദിസ് ഡബ്ല്യു ഇവിടെ 2x2 മെട്രിക്സസിന്റെ ട്രേസ് 0 ആയിട്ടുള്ള മെട്രിക്സുകളാണ്. അവരെ ഈ മൂന്ന് മെട്രിക്സസ് സ്പാൻ ചെയ്യുന്നതും അവർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടും. അപ്പൊ അത് 3 ആണ് വരും. അപ്പൊ ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാം. ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മളിപ്പോ എന്താ ചെയ്തത്? A11 A22 കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടുന്നു. അപ്പൊ നമ്മൾ A22നെ -A11 എന്ന് എഴുതുന്നു. അപ്പൊ ജനറലി നമ്മൾ MNലേക്ക് വരുമ്പോ W എന്ന് പറയുന്നത് ട്രേസ് 0 ആയിട്ടുള്ള മെട്രിക്സുകളാണ്. ഓക്കെ, അത് വെച്ച് കഴിഞ്ഞാൽ A11 പ്ലസ് A22 പ്ലസ് A33 പ്ലസ് എക്സെട്ര ANN എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ ANN എന്ന് പറയുന്നത് -A11 -A22 -A33, ഇവിടെ തൊട്ടിപ്പുറത്ത് ഇവിടെ AN-1 ഉണ്ട്, എക്സെട്ര -AN-1 N-1 AN-1 അല്ല AN-1 N-. ഓക്കെ, അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. ബാക്കി എലമെന്റ്സിനെ നമുക്ക്, അതായത് ഇവിടെ A11 എഴുതേണ്ടി വരും, ഇവിടെ A22 എഴുതേണ്ടി വരും, എക്സെട്ര AN-1 N-1 എഴുതേണ്ടി വരും. ഇവിടെ ഈ എൻട്രി, ഈ സ്റ്റാർ എന്ന് പറയുന്ന എൻട്രി എന്ന് പറയുന്നത് ANN ആണ് വരിക. ആ ANN പകരം നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഓക്കെ, ഈ A11ന്റെയും A22ന്റെയും A33ന്റെയും എല്ലാം മൈനസ് കൊടുത്തിട്ടുള്ള എലമെന്റ് ആക്കി എഴുതാൻ പറ്റും. അത് 2x2 ഇവിടെ നമുക്ക് 2 ഉണ്ടായിരുന്നുള്ളൂ, ABCD ഉണ്ടായിരുന്നുള്ളൂ. ഈ ഡീനെ നമുക്ക് മൈനസ് എന്ന് എഴുതുന്ന പോലെ ഇപ്പൊ A33 ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. A11 A12 A13 A21 A22 A23 A31 A32 A33 ഇങ്ങനെ വരിക. അപ്പം A11 പ്ലസ് A22 പ്ലസ് A33 0 ആണ്. അപ്പം നമുക്ക് A33നെ മൈനസ് ഓഫ് A11 മൈനസ് ഓഫ് A22 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ ജനറലൈസ് ചെയ്തിരിക്കുന്നതാണ് ഇത്. ഓക്കെ, ദെൻ ബാക്കി എൻട്രീസ് എല്ലാം അതുപോലെ തന്നെ വരും കേട്ടോ. A11 A12 A13 എക്സെട്ര A1 A2 ഇവിടെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ നിർത്തിയില്ല. ഓക്കെ, A22 A23 എക്സെട്ര A2N എക്സെട്ര AN1 AN2 എക്സെട്ര. ഇവിടുത്തെ ലാസ്റ്റ് എൻട്രി മാത്രം ഇങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോ നമുക്ക് നമ്മൾ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാത്തിനും പൊസിഷനിൽ 1 വെച്ചിട്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. അപ്പോ നമുക്കിതിനെ, ഈ മെട്രിക്സിനെ നമുക്ക് A11 ഇൻറ്റു 100 A11 ഉള്ളിടത്തൊക്കെ നമുക്കൊരു 1 കൊടുക്കാം, A11 ഇല്ലാത്തടത്തൊക്കെ 0 കൊടുക്കാനേ പറ്റുള്ളൂ. ഇവിടെ ANന്റെ അവിടെ ഇവിടെ ഒരു -A11 വരുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ -1 എന്ന് എഴുതി. ഞാനിത് എല്ലാം സം എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പിടികിട്ടും. A12 A11 എന്ന് പറയുന്ന ഈ എൻട്രി എടുത്തു, പിന്നെ ഇനി A12 എടുക്കുന്നു. A12 വേറെ ഒരിടത്തും വരുന്നില്ല. അപ്പം 01 0 0 0 എക്സെട്ര. അതായത് A12 ഇവിടെ നമ്മൾ A11 ഉള്ളിടത്തൊക്കെ 1 കൊടുക്കുന്നു, എക്സെട്ര. ഇവിടെ A12 ഉള്ളിടത്തെല്ലാം 0 കൊടുക്കുന്നു, ഇവിടെ 0. വേറെ ഒരിടത്ത് A12 വരുന്നില്ല. പിന്നെ A13 എടുക്കുമ്പോ നമുക്ക് A13 എടുക്കുമ്പോ നമുക്ക് 0 0 1 0 0 1 0 0 0 ദെൻ ബാക്കിയെല്ലാം 0. ഓക്കെ, പിന്നെ പ്ലസ് എക്സെട്ര A1 എക്സെട്ര അങ്ങനെ ഓരോന്നും കൊടുത്ത് A1N വരെ പോവാം. A1N വരുമ്പോ 0 0 ഇവിടെ ലാസ്റ്റ് 1 ബാക്കി എല്ലായിടത്തും 0. അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ എടുക്കുന്നു. സെക്കൻഡ് റോ എടുക്കുമ്പോൾ
A21 സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എൻട്രി A21 എടുക്കുന്നു. A21 0 0 0 ഇവിടെ 1 0 0 0 0 0 0 എക്സെട്ര 0 0 0. പിന്നെ A22 എടുക്കും. A22 എടുക്കുമ്പോൾ ഇവിടെ A22 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഈ ANNലെ സെക്കൻഡ് എൻട്രി -A11 -A22 ആണ്. അപ്പൊ ആ A22 നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ 0, A22 ഉള്ള ഒരു സ്ഥലം ഇവിടെയാണ്, ഇവിടെ. പിന്നെ 0 0 എക്സെട്ര -1 ഇവിടെ കൊടുക്കാം. അതായത് നമുക്കറിയാം ഈ മെട്രിക്സിന്റെ മാത്രം ട്രേസ് എന്ത് വരും? 1 + -1 വരും. ഈ മെട്രിക്സിന്റെ മാത്രം ട്രേസ് 1 + -1 വരും. ഇവിടെയൊക്കെ ഡയഗണൽ എൻട്രി 0 ആണ്. ഓക്കെ, ഡയഗണൽ സമ്മ് 0 ആണ്. അപ്പം സം എടുക്കുമ്പോഴും 0 വരും. പിന്നെ A23 എടുത്തു കഴിഞ്ഞാലോ, A23 എടുത്താൽ 0 0 0 0 0 0 1 0 എക്സെട്ര. പിന്നെ ഒരിടത്ത് A23 പ്രസന്റ് അല്ല, പ്ലസ് എക്സെട്ര A21 ആ റോ പിന്നെ കഴിയുവാണ്. A21 എക്സെട്ര. പിന്നെ A21 ഉള്ളിടത്ത് മാത്രം ഇവിടത്തെ ഒരു ലാസ്റ്റ് എൻട്രി 1 വരും, ബാക്കിയെല്ലാം 0 വരും. പിന്നെ അങ്ങനെ അപ്പൊ സെക്കൻഡ് റോ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ലാസ്റ്റ് റോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഓക്കെ, നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് റോയും കൂടി എഴുതാം. സെക്കൻഡ് ലാസ്റ്റ് റോ എന്ന് പറയുന്നത് ഓക്കെ, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് സെക്കൻഡ് ലാസ്റ്റ് റോ, സെക്കൻഡ് ലാസ്റ്റ് റോ. സെക്കൻഡ് ലാസ്റ്റ് റോ എഴുതുമ്പോൾ 0 0 0 മൈനസ് ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് റോയിൽ ഈ റോയിന്റെ ഈ മെട്രിക്സിന്റെ സെക്കൻഡ് ലാസ്റ്റ് റോ ഇവിടെയാണ് എക്സെട്ര ആക്ച്വലി വരിക. ഇത് സെക്കൻഡ് ലാസ്റ്റ് റോയിലെ ഫസ്റ്റ് മെട്രിക്സ് ആണ്. അതിന്റെ സെക്കൻഡ് ലാസ്റ്റ് റോ എന്ന് പറയുന്നത് -ANN ഇവിടെ വരും. അപ്പൊ ഇവിടെ -1 കൊടുക്കുക. 0 0 0 0 ഇവിടെ ANN ആണ് വരിക. അപ്പൊ +1. ഇവിടെ -ANN വരുമ്പോ ഇവിടെ ഒരു -1 കൊടുക്കേണ്ടി വരും. ഓക്കെ, സോറി, ഞാൻ എഴുതിയൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് സെക്കൻഡ് ലാസ്റ്റ് റോ തുടങ്ങുന്നതാണ്. സെക്കൻഡ് ലാസ്റ്റ് റോ തുടങ്ങുമ്പോ ഇവിടെ 1 ആണ്, ഇവിടെ എല്ലാം 0 ആണ്. ഇതിന്റെ എക്സെട്ര സെക്കൻഡ് ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് AN-1 1 ആണ്. ഇത് AN-1 N-1 എന്ന് പറയുന്ന എൻട്രി 0 0 0 0 0 0 എക്സെട്ര 0 1 0 0 0 -1 ഇവിടെ വരും. പിന്നെ AN-1 AN എന്ന് പറയുന്നത് 0 0 0 0 0 0 എക്സെട്ര 0 0 0 ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് റോ എൻട്രി വരും, 1 വരും, ഇവിടെ ഒരു 0 വരും. ഓക്കെ, ദെൻ ലാസ്റ്റ് റോ വരാൻ പോണത് ലാസ്റ്റ് റോ ANN പുറത്തെടുക്കുമ്പോൾ 0 0 0 0 0 0 സോറി ANN അല്ല AN-1 എക്സെട്ര 1 ലാസ്റ്റ് റോ 0 ദെൻ എക്സെട്ര. ഇവിടുത്തെ സെക്കൻഡ് ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് AN-1 ആണ്. അത് 0 0 0 0 0 0 എക്സെട്ര 0 0 0 1 0. പിന്നെ ANN എന്ന് പറയുന്ന എൻട്രി എഴുതേണ്ടി വരും. പക്ഷെ നമുക്കിവിടെ ANN ഇല്ല, ANN കൊടുക്കേണ്ട വരില്ല. ഓക്കെ, മനസ്സിലായത്? ANN എന്ന് പറയുന്നതുകൊണ്ട് ഉള്ള ഒരാൾ ഇവിടെ ഇല്ല. അപ്പൊ ഇത്രയും മെട്രിക്സ് മതി ആക്ച്വലി. അതായത് ഫസ്റ്റ് റോയില് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് റോയില് n മെട്രിക്സസ് ഉണ്ടാവും, സെക്കൻഡ് റോയില് n മെട്രിക്സസ് ഉണ്ടാവും, തേർഡ് റോയില് n മെട്രിക്സ് ഉണ്ടാവും. അങ്ങനെ n+n+n+ എക്സെട്ര സെക്കൻഡ് ലാസ്റ്റ് റോയിൽ വരെ n മെട്രിക്സസ് ഉണ്ടാവും. ഓക്കെ, അതായത് n എന്ന് പറയുന്നത് n-1 ടൈംസ് ഉണ്ടാവും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് n-1 മെട്രിക്സസ് മതി. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് മെട്രിക്സിന്റെ ആവശ്യം വരുന്നില്ല.
ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ വെച്ച് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് റോയില് n മെട്രിസസ്, സെക്കൻഡ് റോയില് n മെട്രിസസ് എക്സെട്ര n-1 റോയിലെ n മെട്രിസസ്, പിന്നെ ഒരു മെട്രിക്സ്, പിന്നെ nth റോയിലെ n-1 മെട്രിസസേ ഉള്ളൂ. ഓക്കെ, അതായത് ടോട്ടൽ വരാൻ പോണത് n ഇൻറ്റു n-1 ഇൻറ്റു n പ്ലസ് ഒരു n-1 മെട്രിസസ് മതി. അതായത് ഇത് നമുക്ക് n-1 ഇൻറ്റു n+1 എന്ന് എഴുതാലോ. അതായത് n² - 1 മെട്രിക്സ് മതി. ടോട്ടൽ n² മെട്രിക്സിൽ നിന്നും ഒരു മെട്രിക്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, അത് ട്രേസ് 0 ആവും. അതായത് ഈ ലാസ്റ്റ് എൻട്രിക്ക് നമുക്ക് ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ n² എൻട്രി മെട്രിക്സിൽ നിന്ന് ഒരു എൻട്രി നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഇതാണ്, അതായത് ഈ ട്രേസ് ആയിട്ടുള്ള 0 ആയിട്ട് വരുന്ന ഈ മെട്രിക്സുകളാണ് എന്ത് ചെയ്യുക, ഇവരെ സ്പാൻ ചെയ്യിപ്പിക്കുന്നത്. ദെൻ നമുക്ക് ഈ മുകളിലുള്ള ഈ എക്സ്പ്രഷൻ ചെയ്ത പോലെ ഇവര് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ഓരോന്നിനെ C1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും 0 0 0 നമുക്ക് കിട്ടും. അതായത് ലാസ്റ്റത്തെ മാത്രമേ നമുക്ക് വരുള്ളൂ. അപ്പൊ ബാക്കി എല്ലാം നമുക്ക് 0 നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഇവര് അപ്പൊ എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, അതുപോലെ സ്പാനും ചെയ്യും. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് ദിസ് വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് n² - 1 കിട്ടും. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻസ് നമുക്ക് ഈസിലി ഒബ്സർവ് ചെയ്യാം. അതായത് നമുക്ക് ഇതേ കോമ്പിനേഷൻ ആണല്ലോ വരിക. അതായത് ഇവിടെ നമ്മളൊരു C11 ദിസ് മെട്രിക്സ് പ്ലസ് C12 ദിസ് മെട്രിക്സ് പ്ലസ് എക്സെട്ര C1n ദിസ് മെട്രിക്സ് പ്ലസ് C21 ദിസ് മെട്രിക്സ് പ്ലസ് C22 ദിസ് മെട്രിക്സ് പ്ലസ് എക്സെട്ര C2n ദിസ് മെട്രിക്സ് എക്സെട്ര എക്സെട്ര ലാസ്റ്റ് CN1 ദിസ് മെട്രിക്സ് എക്സെട്ര CNN-1 ദിസ് മെട്രിക്സ്. അങ്ങനെ n² - 1 വെക്ടേഴ്സിനെ, അതായത് നമുക്ക് C1 ലീനിയർലി ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടേ C11 ഫസ്റ്റ് V11 എന്ന് പറയുന്ന മെട്രിക്സ്, ആദ്യത്തെ മെട്രിക്സിനെ V11 എന്ന് വിളിക്കുന്നു. C12 V12 മെട്രിക്സ് എക്സെട്ര C1n V1n-1 മെട്രിക്സ് പ്ലസ് C21 V21 എന്ന് പറയുന്ന മെട്രിക്സ് പ്ലസ് എക്സെട്ര C2n V2n എന്ന് പറയുന്ന മെട്രിക്സ്. ഇവിടെ 1n-1 അല്ല 1n വരും. ഓക്കെ, n എന്ന് പറയുന്ന മെട്രിക്സ് എക്സെട്ര ലാസ്റ്റ് നമുക്ക് CN1 VN1 പ്ലസ് എക്സെട്ര നമുക്ക് CNn-1 VNn-1 വരെയാണ് വരിക. ഇത് നമ്മൾ 0 മെട്രിക്സിനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ മുകളിലത്തെ എക്സ്പ്രഷൻ, മുകളിലത്തെ ഈ മെട്രിക്സിനകത്തെ Aijക്ക് പകരം Cij ആയി എന്നുള്ള ഒരു എക്സ്പ്രഷനെ വരുവുള്ളൂ. അപ്പോ നമുക്ക് ലാസ്റ്റ് മെട്രിക്സ് എഴുതുമ്പോൾ C11 C12 എക്സെട്ര C1n C21 C22 എക്സെട്ര C2n എക്സെട്ര CN1 CN2 എക്സെട്ര. ഈ ലാസ്റ്റ് എൻട്രി നമുക്ക് -C11 -C22 -C33 എക്സെട്ര -CN-1 n-1 നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഇത് 0 0 0 0 0 0 എക്സെട്ര ഈ വെക്ടറെ ഈ നമ്മുടെ ഈ 0 വെക്ടർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ C11 0 കിട്ടും, C12 0 കിട്ടും, C1n 0 കിട്ടും, C21 C22 എക്സെട്ര C2n-1 0 കിട്ടും. ഇവിടുത്തെ 0 കിട്ടും. ഇവിടെ CN-1 n കിടപ്പുണ്ട്. അതിന് തൊട്ട് മുമ്പ് CN-1 n-1 കിടപ്പുണ്ട്. ഇത് 0 എന്ന് കിട്ടും, ഇതും 0 എന്ന് കിട്ടും. അങ്ങനെ ഇതെല്ലാം 0. അപ്പൊ ഇത് 0 കിട്ടും, ഇത് 0 കിട്ടും, ഇത് 0 കിട്ടും, ബാക്കിയൊക്കെ 0 കിട്ടും, ഇതും 0. അപ്പം ഈ ഡയഗണൽ എൻട്രീസ് n-1 ഈ n-1 വരെയുള്ള ഡയഗണൽ എൻട്രീസ് 0 ആയതുകൊണ്ട് ഇത് ഓരോന്നും 0 എന്ന് കിട്ടും. അങ്ങനെ ഈ ലാസ്റ്റ് എൻട്രി നമുക്ക് 0 ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 0 ഇക്വേറ്റ് ചെയ്ത് ഇത് ഓരോന്നും 0 ആയെന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഈ ഓരോ കോൺസ്റ്റൻസും ഈ ഓരോ CA11ഉം C12ഉം C1n എല്ലാം CN-1 എല്ലാം 0 എന്ന് കിട്ടുന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിന്റെ ലീനിയർലി ഇൻഡിപെൻഡൻസ് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഇവര് ലീനിയർലി ഈ n² - 1 മെട്രിക്സുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നും പിന്നെ സ്പാൻ ചെയ്യുന്നതും നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്ത് സെറ്റ് ഓഫ് ട്രേസ് 0 വരുന്ന മെട്രിക്സുകളെ. അപ്പൊ എന്തായി, ഇതിന്റെ ഡയമെൻഷൻ n² - 1 ആയി. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലങ്ങളോടെ കണ്ടിന്യൂ ചെയ്യാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് n by n മെട്രിക്സസ്. ഡീത്ത് ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് ഓൾ n by n സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോ സിമെട്രിക് മെട്രിക്സിനെ സംബന്ധിച്ചോളം നമുക്കറിയാം അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ സെയിം ആയിട്ട് വരുന്ന ടൈപ്പ് മെട്രിക്സുകളെയാണ് n by n മെട്രിക്സുകളെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുക, അല്ലെ? അപ്പോ നമുക്കറിയാം, നമുക്ക് ഇത്രേ ഉള്ളൂ സിമെട്രിക് മെട്രിക്സിനെ സംബന്ധിച്ചോളം. നമുക്കറിയാം രണ്ട് സിമെട്രിക് മെട്രിക്സ് കൂട്ടിയാൽ ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും കിട്ടുക. കാരണം a പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് a ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ് ഇൻ ജനറൽ ഫോർ 2n by n. mn എടുത്താലും കുഴപ്പമില്ല. കെ എ ഹോൾ ട്രാൻസ്പോസ് സോറി n by n ഉണ്ടോ? n by n മതി. n by n k ഇൻറ്റു a ട്രാൻ. ഈ ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ നമുക്കറിയാം സീറോ മെട്രിക്സിനെ റോയും കോളോ ഇന്റർചേഞ്ച് ചെയ്താൽ എന്തായാലും സീറോ മെട്രിക്സ് തന്നെയാണ് വരിക. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ സീറോ മെട്രിക്സ് തന്നെയാണ് വരിക. ദെൻ a പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് a ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആയതുകൊണ്ട് അതായത് നമ്മൾ എയും ബിയും ഡബ്ല്യൂയിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അപ്പൊ എയും ബി ഡബ്ല്യൂയിലായതുകൊണ്ട് എ ട്രാൻസ്പോസ് എയും ബി ട്രാൻസ്പോസ് ബിയും ആണ്. അപ്പൊ എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് എ പ്ലസ് ബി എന്ന് കിട്ടുന്നു. അപ്പൊ കെ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. സോ കെ എ വീണ്ടും വരും. സോ സമ്മും സ്കെയിലാർ മൾട്ടിപ്പിൾ അതിലുള്ളതുകൊണ്ട് ഡബ്ല്യു സബ്സ്പേസ് ആണ്. നമുക്ക് അതിന്റെ ഡയമെൻഷൻ ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് മുമ്പേ ചെയ്ത പോലെ ഫസ്റ്റ് 2x2 കേസിൽ നോക്കുന്നു, ദെൻ ജനറലൈസ് ചെയ്യാം. സോ M2-ലെ 2x2 മെട്രിക്സിന്റെ ഫോം എന്ന് പറഞ്ഞാൽ എ ബി ബി സി ഈ ഫോമിലാണ് വരിക. ഓക്കെ, ഇതാണ് 2x2-ലെ M2 എ ബി സി. ഓക്കെ, ഇവിടെ നമുക്കറിയാം 3 എലിമെന്റ്സ് മതി. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സ്പാൻ ഓഫ് 1 0 0. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? a ഇൻറ്റു 1 0 0 പ്ലസ് ബി ഇൻറ്റു 0 1 1 0 പ്ലസ് സി ഇൻറ്റു 0 0 1 എന്ന് എഴുതാൻ പറ്റും. എ ബി സി എലിമെന്റ് ഓഫ് ആർ. ഓക്കെ, so it can be, it is nothing but the span of this 1 0 0 0 0 1 0 0 0 0 0 1. ഇനി അപ്പൊ ഇത് സ്പാൻ ആണ്, അപ്പൊ ഡബ്ല്യു സബ്സ്പേസ് ആണ് വീണ്ടും. ദെൻ ഇവര് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് അറിയാം. സോ v1 v2 v3. സോ c1 v1 plus c2 v2 plus c3 v3 0 implies നമുക്കറിയാം c1 c2 c2 c3 ഇങ്ങനെ. സോ 0 0 0 0 implies c1 equal to 0, c2 equal to 0, c3 equal to 0. സോ ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്. ഇവര് ഡബ്ല്യുവിനെ സ്പാനും ചെയ്യുന്നു. സോ ഈ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും? ഡബ്ല്യുവിനൊരു ബേസിസ് ആവും. So dimension basis. So dimension W എന്ന് പറഞ്ഞാൽ 3 ആണ്. നമുക്കറിയാം ഡയമെൻഷൻ M2 4 ആണ്. ഇവിടെ ഡയമെൻഷൻ W 3 ആണ്. സോ ജനറലൈസ് ചെയ്യുമ്പോൾ MN-ലേക്ക് ജനറലൈസ് ചെയ്യുമ്പോൾ A11 A12 എക്സെട്ര A19 A12 വീണ്ടും താഴേക്ക് വരും A1n വരെ. A22 എക്സെട്ര A21 ഇവര് താഴേക്ക് വരും. അതായത് A23 എക്സെട്ര അങ്ങനെ പോവുക. അപ്പൊ ഇവിടെ A23 എക്സെട്ര A21 അങ്ങനെ വരും. A33 A32 എക്സെട്ര A3n വരെ വരും. ഇവിടെ താഴേക്ക് A3n വരെ വരും. അങ്ങനെ ANN വരെ വരും. അങ്ങനെയാണ് ജനറൽ മെട്രിക്സ് ഇരിക്കുക. അപ്പോ നമുക്ക് ഇതാണ് W. All Aij belongs to R.
അപ്പോൾ ഇറ്റ് ക്യാൻ ബി സ്പാൻ ഓഫ് ക്യാൻ ബി നത്തിങ് ബട്ട് 1 0 0 0 0 0 0 0 0 ആൻഡ് A12 എടുത്തു കഴിയുമ്പോൾ പ്ലസ് A12 ഇൻറ്റു ഇവിടെയും 1 വരും. ഓക്കെ, A13 എടുക്കുമ്പോൾ 0 0 1 ഇവിടെ വരും, 0 0 1 ഇവിടെ വരും, 0 0 1 ഇങ്ങനെ വരും. ലാസ്റ്റ് A1N-ല് 0 0 0 1 0 0 1 ബാക്കിയെല്ലാം ഇവിടെ 0 ആയിപ്പോയി. പിന്നെ A212 മുതൽ A12ന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ A22 മുതൽ 0 0 1 പ്ലസ് 0 0 0 0. A23 വരുമ്പോൾ ഫസ്റ്റ് റോ 0, സെക്കൻഡ് റോയില് സെക്കൻഡറി ഇവിടെ 1 0, ഇത് താഴേക്ക് 0, ഇവിടെ 1 വരും 0. ഓക്കെ, ഇതിങ്ങനെ നമുക്ക് A1N കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 1 0 ദെൻ എക്സെട്ര. ലാസ്റ്റ് നമുക്ക് AN1 വരുമ്പോ AN1ന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ ലാസ്റ്റ് ആക്ച്വലി സെക്കൻഡ് ലാസ്റ്റ് റോ ആണ്. സെക്കൻഡ് ലാസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ നമുക്ക് N-1 ആണ് വരിക. N-1 N-1 അതിന്റെ 0 0 0 സെക്കൻഡ് റോ 0, N-1 റോ വന്നിട്ട് N-1ലെ ലാസ്റ്റ് എൻട്രി 1 സെക്കൻഡ് ലാസ്റ്റ് എൻട്രി 1 ആണ്, പിന്നെ എല്ലാ 0. പിന്നെ AN-1 AN കൂടെ വരും, അത് 0 0 0 0 0 0 എക്സെട്ര. സെക്കൻഡ് ലാസ്റ്റ് എൻട്രി ഇവിടെ 1 വരും. ലാസ്റ്റ് റോയിൽ വന്നിട്ട് ലാസ്റ്റ് റോയിലെ സെക്കൻഡ് ലാസ്റ്റ് എൻട്രി 1 വരും, ഇവിടെ ഒരു 0 വരും. ഇതാണ് സെക്കൻഡ് ലാസ്റ്റ് റോ. ദെൻ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് AN മാത്രമാണ് വരിക. 0 0 0 0 0 0 എക്സെട്ര 0 0 1. ഇങ്ങനെയാണ് അതിന്റെ കംപ്ലീഷൻ വരിക. എന്ന് പറഞ്ഞാല് നമുക്കിവിടെ ഈ മെട്രിക്സിലേക്ക് നോക്കുമ്പോൾ ഈ ഫസ്റ്റ് റോയിലെ ഓരോ എൻട്രിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ മെട്രിക്സ് ഉണ്ടാവും. ദെൻ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എൻട്രിയുടെ ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാം. അതായത് ഇങ്ങനെ നമുക്ക് വരുമ്പോൾ A11 A12 എക്സെട്ര A1N ഇത് തന്നെ ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുമല്ലോ A1N വരെ. പിന്നെ ഇവിടെ മുതലാണ് പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള എൻട്രീസ് തുടങ്ങുക A2N വരെ. ഇത് ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യും. ഇവിടെ A23 ഉണ്ട്, A23 മുതൽ ഇങ്ങോട്ട് A22 മുതൽ ഓക്കെ, ഇവിടെ A2N വരും, ഇവിടെ A2N റിപ്പീറ്റ് ചെയ്യും. പിന്നെ ഇവിടെ മുതലാണ് ഡിഫറെന്റ് ആയിട്ട് തുടങ്ങുന്നത്. അതായത് ഇവരെല്ലാം ഡിഫറെന്റ് ആണ്. ഇവരെല്ലാം ഡിഫറെന്റ് ആണ്. സെക്കൻഡ് റോയിൽ ഇവിടെ മുതൽ ഇത്രയും പേര് ഡിഫറെന്റ് ആണ്. കാരണം ഇവരാണ് താഴേക്ക് വരിക, ഇവിടെ വരിക, ഇവരാണ് ഇവിടുന്ന് ഇങ്ങോട്ട് വരിക. ഓക്കെ, ഇതിന് അടുത്ത റോയിലെ ഇത്രയും ആളുകൾ ഡിഫറെന്റ് ആണ്. അങ്ങനെ അങ്ങനെ കുറഞ്ഞ് ലാസ്റ്റ് AN തന്നെ ഇവിടെ ഒരാളുണ്ടാവും. ഇവിടെ അതിന്റെ സെക്കൻഡ് ലാസ്റ്റ് റോയിൽ 2 പേരുണ്ടാവും. AN-1 N-1 N-1 AN-1 N ഇത്രയും പേര് ഇവിടെ ഉണ്ടാവും. ഇവർ 2 പേരും ആയിരിക്കും ഇവിടെ. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇത് അങ്ങനെയാണ് ആ മെട്രിക്സ്. അതായത് ഫസ്റ്റ് റോയിലെ എല്ലാ എൻട്രീസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ മെട്രിക്സ്, സെക്കൻഡ് റോയിലെ ആദ്യത്തെ എൻട്രി ഒഴിച്ച് N-1 എൻട്രീസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ മെട്രിക്സ്, തേർഡ് റോയിൽ വരുമ്പോൾ ഫസ്റ്റ് 2 എലമെന്റ്സ് ഒഴിച്ച് ബാക്കി N-2 എലമെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് N-2 മെട്രിക്സുകൾ, സെക്കൻഡ് ലാസ്റ്റ് റോയില് 2 മെട്രിക്സുകൾ മാത്രം. ഓക്കെ, ആദ്യത്തെ N-2 എൻട്രി ഒഴിച്ച് ബാക്കി 2 മെട്രിക്സിന് വേണ്ടി ഓരോന്ന് വീതം,
ഏറ്റവും ലാസ്റ്റിൽ ഒരു എൻട്രി. അതായത് നമുക്ക് ആകെ ഡിഫറെന്റ് ആയിട്ട് ഈ കളക്ഷനിൽ വന്ന മെട്രിക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം നോക്കുമ്പോൾ n-1 എണ്ണം, പിന്നെ സോറി n എണ്ണം ഫസ്റ്റ് റോയിൽ എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് വേണം. ഫസ്റ്റ് റോയിൽ n എണ്ണം, സെക്കൻഡ് റോയിൽ n-1 എണ്ണം, പിന്നെ n-2 എണ്ണം എക്സെട്ര, ലാസ്റ്റ് 2 + ഒരെണ്ണം. ഓക്കെ, ലാസ്റ്റ് 2 എണ്ണം, പിന്നെ ഏറ്റവും ലാസ്റ്റ് റോയിൽ ഒരെണ്ണം, സെക്കൻഡ് ലാസ്റ്റ് റോയിൽ 2 എണ്ണം, ലാസ്റ്റ് എണ്ണം. അങ്ങനെയാണ് ഈ ആദ്യം ഈ n മെട്രിക്സുകൾ, പിന്നെ n-1 മെട്രിക്സുകൾ എക്സെട്ര 2 മെട്രിക്സ്, ഒരു മെട്രിക്സ്, ഇങ്ങനെ വന്ന് അവസാനിച്ചു. ഇതിനെ സം എടുക്കുമ്പോൾ നമുക്കറിയാം എന്ത് വരും, 1 + 2 + എക്സെട്ര സം എടുക്കുമ്പോൾ ഇത്രയും മെട്രിക്സുകളാണ് വരിക. ഓക്കെ, എന്ന് പറയുമ്പോൾ n × n-1/2 ആണ്. ഓക്കെ, ഇത്രയും മെട്രിക്സുകൾ ഡിഫറെന്റ് ആയിട്ട് വേണ്ടി വരും. ദെൻ ഇനി ഈ മെട്രിക്സുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവാന്നറിയാൻ ഇതേപോലെ നമ്മൾ ഇതേ കോൺസ്റ്റന്റ് പോലെ എടുത്താലും കുഴപ്പമില്ല. C11 × ആദ്യത്തെ മെട്രിക്സ്, C12 × ആദ്യത്തെ മെട്രിക്സ് എക്സെട്ര = 0 കൊടുക്കുന്നു. ഇത് ഈ ഓരോ എൻട്രീസും 0 കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഓരോ എൻട്രീസും ഫസ്റ്റ് റോയിലെ എല്ലാ എൻട്രിയും 0 ആവുന്നതിനോടൊപ്പം ഫസ്റ്റ് കോളത്തിലെ എല്ലാ എൻട്രീസും 0 ആവും. സെക്കൻഡ് റോയിലെ ഓരോ എൻട്രിയും 0നോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് കോളത്തിലെ എല്ലാ എൻട്രിയും ഓട്ടോമാറ്റിക്കലി 0 ആവും. അങ്ങനെ ലാസ്റ്റ് n-നും 0 എന്ന് കിട്ടും. അപ്പൊ ഈ n × n-1/2 എണ്ണം മെട്രിക്സുകൾ ലീനിയർലി, ഇതിപ്പോഴും ഒരു ഇന്റീജർ ആയിരിക്കും. കാരണം ഒന്നെങ്കിൽ n ഇവനോ n-1 ഇവനായി. n ഇവനാണെങ്കിൽ n-1 ഓടായിരിക്കും. പിന്നെ n-1 പിന്നെ ഇവനാണെങ്കിൽ ഓടാണെങ്കിൽ n ഇവനായിരിക്കും. ഓക്കെ, എന്തായാലും ഒരു ഇവൻ 2 ക്യാൻസൽ ആയി പോകും. ഇതൊരു ഇന്റീജർ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇത്രയും മെട്രിക്സുകളാണ് ഇതിനു വേണ്ടി വരിക. ഓക്കെ, സ്പാൻ ചെയ്യിപ്പിക്കാനും അത്ര എണ്ണം ലീനിയർ. അപ്പൊ ഡയമെൻഷൻ ഓഫ് ദിസ് W എന്ന് പറഞ്ഞാൽ n × n-1/2 ആണ്. അതായത് നമുക്ക് M2 നമ്മൾ കണ്ടപ്പോ എത്ര വന്നു, ഇവിടെ n-ന് പകരം 2 കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 2 × 2-1/2 അല്ലെ. സോറി, ഞാനിവിടെ എഴുതിയതിൽ സമ്മ എഴുതിയതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 1 + 2 + 10 എന്ന് പറയുന്നത് എന്താണ്, n × n+1/2 ആണ്. അപ്പം n × n+1/2 എണ്ണം മെട്രിക്സുകളാണ് വേണ്ടി വരിക. ഓക്കെ, അപ്പൊ M2 വരുമ്പോ നമുക്ക് എന്ത് കിട്ടും, 2 × 3/2, 3 എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ആദ്യം M2 ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ആ 3 മെട്രിക്സുകളുടെ എണ്ണം കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇവിടെ M2 വരുമ്പോൾ 3 ആണ്. ജനറലി അത് n × n+1/2 ആയി മാറും. ഓക്കെ, നെക്സ്റ്റ് E എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ n/n മെട്രിക്സ് A∩ is -A. അതായത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സുകളാണ്. സോ സ്ക്യൂ സിമെട്രിക് മെട്രിക്സുകൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോ ഈ ക്വസ്റ്റ്യൻ ആണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ്. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കളക്ഷൻ W സെറ്റ് ഓഫ് ഓൾ A(n/n) such that A is skew symmetric. അതായത് A∩ -A ആയിട്ട് വരും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് നമ്മൾ എഴുതാൻ നോക്കുമ്പോൾ നമുക്കറിയാം, അതായത് A എന്ന് പറയുന്നത് Aij എന്നാണ് നമ്മൾ ജനറലി ith റോയിലെ jth എൻട്രി അടയാളപ്പെടുത്തുമെങ്കിൽ, സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാല് നമുക്കറിയാം A∩ വരിക AJi -AJiകളായിരിക്കും. ഇതാണ് ijth എൻട്രി ഓഫ് ijth എൻട്രി ഓഫ് A∩ വരിക. ഓക്കെ, അപ്പൊ ഇവര് കോയിൻസൈഡ് ചെയ്യും അല്ലെ, അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും A∩ സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, Aij-യും -AJi-യും സെയിം ആണ്. എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Ai's ആണ് ഡയഗണൽ എൻട്രീസ്. ഡയഗണൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ Ai's ആണ് വരിക അല്ലെ, A11, A22, A33, അതാണ് എയുടെ ഡയഗണൽ എൻട്രീസ്. അപ്പൊ എയുടെ ഡയഗണൽ എൻട്രീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ I = J ആണ്. ഇവിടെ I = J കൊടുക്കുമ്പോൾ Aii-യും = -Aii എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതായത് 2Aii 0 ആണ്. അതായത് Aii 0 നമുക്ക് കിട്ടും ഫോർ ഓൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം, ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെ സംബന്ധിച്ചോളം A11 0 ആയിരിക്കും, അതുപോലെ A22 0 ആയിരിക്കും, എക്സെട്ര ANN 0 ആയിരിക്കും. അതായത് ഡയഗണൽ എൻട്രീസ് ഓഫ് diagonal entries of a skew symmetric real skew symmetric matrix is 0. റിയൽ എൻട്രീസ് 0 ആയിട്ട് വരുന്ന നമ്മുടെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അത് 0 ആണെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. എനി നമ്പർ, ഓക്കെ, റിയൽ ഓർ കോംപ്ലക്സിന് ട്രൂ ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇതിന്റെ ഒരു 2/2 കേസ് നോക്കാം.
ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സബ്സ്പേസ് ആണോ ചെക്ക് ചെയ്യാം. സബ്സ്പേസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ സ്പാനിങ് വെച്ചിട്ട് തന്നെ പറയാം. ഇവിടെ ഓക്കെ, നമ്മൾ എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് എ മൈനസ് ബി എന്ന് കിട്ടും. അതായത് മൈനസ് ഓഫ് എ പ്ലസ് ബി കിട്ടും. കെ എ ട്രാൻസ്പോസും കെ ഇൻറ്റു മൈനസ് എന്ന് കിട്ടും. സബ്സ്പേസ് ആണ്. ഓക്കെ, ദിസ് എ സബ്സ്പേസ് ആസ്. ഇനി സീറോ മെട്രിക്സ് എടുത്താൽ സീറോ മെട്രിക്സ് ടു സിമെട്രിക് ആണ്. ഓക്കെ, ഇപ്പൊ 2/2 ഇപ്പൊ നമ്മൾ 2/2 ഓക്കെ, ഇവിടെ നമുക്കറിയാം സീറോ മെട്രിക്സ് സബ്സ്പേസ് ആണ്. സീറോ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണ്. അതേപോലെ W1 W2 സ്ക്യൂ ആണെങ്കിൽ W1 പ്ലസ് W2 സ്ക്യൂ ആവും. അതേപോലെ K ഇൻറ്റു W1 സ്ക്യൂ ആണ്. W1 ഈ സ്ക്യൂ. ഓക്കെ, സ്ക്യൂ സിമെട്രിക്. അപ്പൊ ഇവര് സബ്സ്പേസ് ആണ്, നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ദെൻ നമുക്ക് ഇവരുടെ ഇതെടുത്ത് നോക്കാം, ഡയമെൻഷൻ എടുത്ത് നോക്കാം. ഡയമെൻഷൻ എടുത്ത് നോക്കാൻ നേരം നമുക്കറിയാം ഒരു ജനറൽ 2/2 ജനറൽ മെട്രിക്സ് നമുക്ക് MNE തന്നെ വർക്ക് ചെയ്യാം. സോ A11 എന്ന് പറയുന്നത് 0 ആയിപ്പോകും. ഇപ്പൊ ഫസ്റ്റ് എൻട്രി ആക്ച്വലി 0 ആണ് അല്ലെ. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്തു എന്ത് A11 A22 എക്സ്ട്രാ ANN എല്ലാം 0 ആവും. ഒരു ജനറൽ N/N സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എടുക്കുവാണെങ്കിൽ അവരുടെ ഡയഗണൽ എൻട്രീസ് 0 ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരിക്കലും വൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു നോൺ സീറോ എലമെന്റ് സ്റ്റാർട്ട് ചെയ്തൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ 2 - 2 0 ഇത് സ്ക്യൂ സിമെട്രിക് ആണ്. കാരണം ഇതിന്റെ എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ 0 - 2 2 0 എന്ന് കിട്ടും. അതിന് മൈനസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് 0 to -2 കിട്ടാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള മെട്രിക്സുകളാണ് സ്ക്യൂ സിമെട്രിക് ആയിട്ട് വരിക. 2/2 ആണെങ്കിൽ ഇങ്ങനെ വരും. ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് A11 0 ആയി, A12 വേണം, A13 വേണം, എക്സെട്രാ A1n വേണം. അപ്പൊ ഇവിടെ വരാൻ പോകുന്നത് -A12 ആണ്. ഇവിടെ വരാൻ പോകുന്നത് -A13 ആണ്. എക്സെട്രാ -A1n ആണ് ഇവിടെ വരിക. A22 0 ആണ്. A23 എക്സെട്രാ A2n. ഇവിടെ -A23 എക്സെട്രാ -A2n. ഓക്കെ, ഓക്കെ, ദെൻ വീണ്ടും 0 ഇങ്ങനെ വരും. സോ -A1n -A2n ഇങ്ങനെയാണ് വരിക. സെക്കൻഡ് ലാസ്റ്റ് റോ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് -A1 -A1n-1 എക്സെട്രാ -A2n-1 അങ്ങനെ എക്സെട്രാ. ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് റോയിലെ സെക്കൻഡ് ലാസ്റ്റ് എൻട്രി 0 ആണ്. ഇവിടെ AN-1 n വരും. AN-1 n വരും. ഇവിടെ ലാസ്റ്റ് റോയിലെ സെക്കൻഡ് ലാസ്റ്റ് എൻട്രി AN-1 n വരും. ലാസ്റ്റ് റോയിലെ ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 0 വരും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ജനറൽ സ്ട്രക്ചർ. ജനറൽ N/N സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. അപ്പൊ ഇതിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള എലിമെന്റ്സുകൾ അങ്ങനെ നമ്മൾ ആ സ്ക്യൂ സിമെട്രിക്കിന്റെ കാര്യം തന്നെ നോക്കുക. അപ്പൊ ആ ഡിഫറെന്റ് ആയിട്ടുള്ള എലിമെന്റ്സിൽ ഉള്ള ഇപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് മെട്രിക്സ് എഴുതാൻ പോണ ഏതാണ് ബേസിസ് എൻട്രി 0 1 0 0 0. ഇവിടെ -1 0 0 0 എന്ന് വരും. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പൊ ഇതിന്റെ സ്പാനിനകത്ത് ഇറ്റ് ഈസ് ഈക്വൽ ടു സ്പാൻ ഓഫ് ഫസ്റ്റ് മെട്രിക്സ് എഴുതാം 0 1 0 0 0. ഇവിടെ -1 0 0 0. ബാക്കിയെല്ലാം 0. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെട്രിക്സ് വരിക. സെക്കൻഡ് മെട്രിക്സ് ഇവിടെ സൈഡ് പൊസിഷനിൽ 1 വരും, അടുത്ത പൊസിഷനിൽ -1 വരും. ഇതാണ് സെക്കൻഡ് മെട്രിക്സ് 0 0 1 0 0 -1 0 0. ബാക്കിയെല്ലാം 0. ഇങ്ങനെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആവും. ദെൻ സെക്കൻഡ് റോ ഇങ്ങനെ കംപ്ലീറ്റ് ആവും എക്സെട്രാ. ലാസ്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു മെട്രിക്സ് ആയിരിക്കും വരിക 0 0 0 0 0. സെക്കൻഡ് റോ. സെക്കൻഡ് ലാസ്റ്റ് റോ എന്ന് പറയുന്നത് -1. ലാസ്റ്റ് റോ എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ +1 ഇവിടെ -1 വരും. ഇങ്ങനെ ആയിരിക്കും മെട്രിക്സ്. ഇതാണ് ലാസ്റ്റ് മെട്രിക്സ്. പിന്നെ ലാസ്റ്റ് റോയിലെ ഒന്നും ആവശ്യം വരില്ല. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള എൻട്രീസ് നോക്കുമ്പോൾ
ഫസ്റ്റ് റോയില് നമുക്ക് n-1 ആളുകളെ വേണം. ഇവിടെ ഫസ്റ്റ് റോയിൽ n-1 മെട്രിക്സ് പോലും, സെക്കൻഡ് റോയില് n-2 എണ്ണം മതി, തേർഡ് റോയില് n-3 എണ്ണം, പിന്നെ ലാസ്റ്റ് റോയെ ആവശ്യമില്ല, അതിന് മുന്നത്തെ n-1 റോ മതി. അവിടെ 1 ആണ് വരിക, 1 മതി, ഒരു മെട്രിക്സ് മതി. അപ്പൊ ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് n-1 ഡയമെൻഷൻ നോക്കുമ്പോൾ n-1 എണ്ണം പ്ലസ് n-2 എണ്ണം പ്ലസ് എക്സെട്ര 2 എണ്ണം ഒരെണ്ണം. ഇത് സെക്കൻഡ് ലാസ്റ്റ് റോയിലത്തെ മെട്രിക്സ് ആണ്. ഇതാണ് സെക്കൻഡ് ലാസ്റ്റ് റോയില് ഒരു എൻട്രി 1ഉം പിന്നെ ഇവിടെ -1 കൂടെ വരുന്ന മെട്രിക്സ് ആണ്. ഓക്കെ, ലാസ്റ്റ് റോ ഓട്ടോമാറ്റിക്കലി കയറി വന്നോളും. സോ ഇത് എടുക്കുമ്പോൾ നമുക്കറിയാം n×n-1/2 എണ്ണമാണ് വേണ്ടി വരിക. അപ്പം ഇവിടെ നമ്മൾ 2/2 നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം 0 a -a 0 ഇങ്ങനെയായിരിക്കും നമുക്ക് ആ മെട്രിക്സ് എഴുതേണ്ടി വരിക 2/2. ഓക്കെ, അപ്പം ദിസ് ഈക്വൽ ടു സ്പാൻ ഓഫ് 0 1 -1 0. ഓക്കെ, ഒരു സിംഗിൾ എലമെന്റ് ആണ്. ഇവിടെ നമുക്കറിയാം n=2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2×2 - 1/2 കിട്ടും. അങ്ങനെയാണ് ഇതിവിടെ ഒരു മെട്രിക്സ് മതി നമുക്ക്. 2/2 കേസിൽ ഒരു മെട്രിക്സ് മതി. അപ്പോൾ ഡയമെൻഷൻ 2/2 ഡയമെൻഷൻ ഓഫ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ്, ഇത് സ്പേസ് ഓഫ് സ്ക്യൂ സിമെട്രിക് ആണ് വരിക. അപ്പം സ്പേസ് ഓഫ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയമെൻഷൻ 1 മതി. ഫുൾ M2ന്റെ ഡയമെൻഷൻ 4 ആണ്. സ്ക്യൂ സിമെട്രിക്കിന്റെ 1 ആണ് വന്നത്. മറ്റേ സിമെട്രിക്കിന്റെ എന്ത് വരും? n×n+1/2 ആണ് അത് വന്നത്. അതായത് 3 മെട്രിക്സ് വേണ്ടി വരും. അപ്പൊ ഇങ്ങനെയാണ് പിന്നെ നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയമെൻഷൻ നമുക്ക് n×n-1/2 ആണെന്ന് ജനറലി പ്രൂവ് ചെയ്യാൻ പറ്റും. n ആണ് പറഞ്ഞത്. അല്ലെ, പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ set of all n/n matrices A for which Ax = 0 has only the trivial solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mnന്റെ മെട്രിക്സുകളുടെ കളക്ഷൻ ആണ് വരിക സബ്സ്പേസ് ആയിട്ട്, ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അതിനകത്ത് Ax = 0 എന്ന് പറഞ്ഞ ഒരു ജനറൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവാമുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ x = 0 മാത്രമേ ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ആയിട്ട് വരാൻ പാടുള്ളൂ. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ n/n മെട്രിക്സ് A for which Ax = 0 has only trivial solution. നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എന്താണ് അത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2/2 കേസിലാണെങ്കിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന W എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ W = set of all A element of Mn such that Ax = 0 has unique solution or trivial solution. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ M2-ലാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ നമുക്ക് 1 2 0 3 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് xy = 0 0 എന്ന് പറയുന്ന ഇക്വേഷൻ, ഇതാണ് ഉദ്ദേശിക്കുന്നത് Ax = 0. ഈ സിസ്റ്റത്തിന് യൂണീക് സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിന്റെ സൊല്യൂഷനെ പറ്റി നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ Ax + 2y 0 ആണ്, 3y 0 ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? y = 0 കിട്ടും. അതേപോലെ അത് ഇവിടെ കൊടുക്കുമ്പോൾ x = 0 കിട്ടും. അപ്പം നമുക്ക് x എന്ന് പറയുന്ന ഈ വെക്ടറിന്റെ ഫോം എന്ന് പറയുന്നത് 0 0 മാത്രമായിരിക്കും. വേറെ ഒരു വെക്ടർ പോലും എവിടെ ഇതിന് സൊല്യൂഷൻ ആവില്ല. Ax = 0ക്ക് 0 0 എന്ന് പറയുന്ന സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം. അല്ലാണ്ട് ഇപ്പം Ax = 0 എന്ന് പറയുന്ന സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 2/2 കേസിലാണെങ്കിൽ ഇതാണ് A, ഇതാണ് വെക്ടർ xy = 0 0. അപ്പൊ ഈ Ax = 0ക്ക് എന്തായാലും x = 0 y = 0 കൊടുത്താൽ എന്തായാലും സൊല്യൂഷൻ ആവും. പക്ഷെ ഇവിടെ അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് മാത്രമേ സൊല്യൂഷൻ ആവുന്നുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് 1 1 0 0 എന്ന് പറയുന്ന മറ്റൊരു 2/2 മെട്രിക്സ് എടുക്കുന്നു. അപ്പോൾ ഇതിന്റെ Ax = 0 എന്ന് പറയുന്ന സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം x + y എന്ന് പറയുന്നതാണ് 0 എന്ന് കിട്ടും നമുക്ക്. അപ്പൊ y = -x എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എക്സിന്റെ ഫോം എന്ന് പറയുന്നത് x, y, അതായത് x, -x എന്നായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് ഇപ്പൊ 1 2 2
2 എന്ന് പറയുന്ന എക്സ് വെക്ടർ ആയിട്ട് ഇവിടെ പറ്റുമോ എന്ന് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 1 0 0 2 2 എടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 2, -2. ഓക്കെ, 2, -2 അതൊക്കെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 - 2 ഇവിടെ വരും, ഇവിടെ 0 വരും, അതായത് 0 0 എന്ന് കിട്ടും. അതായത് ഇവിടെ x = 0 0 കൊടുത്താലും നമുക്ക് 0 0 കിട്ടും. x = 0 0 കൊടുത്താലും 1 1 0 0 ഇൻറ്റു 0 0 എന്ന് പറയുന്നത് നമുക്ക് 0 0 ആണ് വരിക. അതായത് ഇവിടെ x = 0 കൊടുത്താൽ എന്തായാലും നമുക്ക് 0 കിട്ടും. പക്ഷെ x = 0 കൊടുക്കാണ്ടും നമുക്ക് 0 കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെട്രിക്സിനെ ഇപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സ് 1 1 0 0 ആണെങ്കിൽ ax = 0 എന്ന് പറയുന്ന സിസ്റ്റത്തിന് x = 0 ഇവിടെ സൊല്യൂഷൻ ആണ്. പക്ഷെ x = 2 - 2 എന്ന് പറയുന്ന വെക്ടറും സൊല്യൂഷൻ ആണ്. x = 0 അല്ലാണ്ടും സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, പക്ഷെ ആദ്യത്തെ മെട്രിക്സിന്റെ കേസിൽ x = 0 മാത്രമേ സൊല്യൂഷൻ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ ഫസ്റ്റ് മെട്രിക്സിലെ ax = 0 എന്ന് പറയുന്ന സിസ്റ്റത്തിന് 0 0 മാത്രമേ സൊല്യൂഷൻ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ട്രിവിയൽ ആയിട്ട് എന്തായാലും x = 0 എന്ന് പറഞ്ഞ സൊല്യൂഷൻ ആയിരിക്കും. ഈ ആദ്യത്തെ മെട്രിക്സിന്റെ കേസിൽ x = 0 മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ. രണ്ടാമത്തെ മെട്രിക്സിന്റെ കേസിൽ x = 0 സൊല്യൂഷൻ ആണ്, അതല്ലാണ്ട് സൊല്യൂഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവിയൽ സൊല്യൂഷൻ അല്ല, വേറെയും സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ W എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ M2-ലാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സ് ax = 0 ഹാസ് ട്രിവിയൽ സൊല്യൂഷൻ, ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ. ഓക്കെ, ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ. ഇങ്ങനെ ഒരു കളക്ഷൻ ആണ് എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളക്ഷന്റെ ഉള്ളിൽ നമ്മളുടെ ആദ്യത്തെ മെട്രിക്സ് 1 2 0 3 വരും. ഓക്കെ, ഇത് നമ്മുടെ മെട്രിക്സ് നമ്മുടെ കളക്ഷനിൽ വരും. പക്ഷെ രണ്ടാമത്തെ മെട്രിക്സ് നമ്മുടെ കളക്ഷനിൽ വരില്ല. ഓക്കെ, രണ്ടാമത്തെ മെട്രിക്സ് നമ്മുടെ കളക്ഷനിൽ വരില്ല. ഇനി നമുക്ക് 1 1 0 1 ഇതിനകത്ത് വരുമോ നോക്കാം. 1 1 0 1 വരുമോ എന്നറിയാൻ എന്ത് ചെയ്യണം? 1 1 0 1 ഇൻറ്റു xy = 0 0 എന്ന് പറയുന്ന സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് x = y = 0 മാത്രമേ ഇതിന് സൊല്യൂഷൻ ആയിട്ട് വരുവുള്ളൂ നോക്കാം. അപ്പം x + y ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x + y = 0 എന്ന് കിട്ടും, y = 0 എന്ന് കിട്ടും. അതായത് y = 0 ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് x = 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ x എന്ന് പറയുന്ന വെക്ടർ 0 0 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറ്റില്ല. അപ്പൊ വീണ്ടും നമുക്ക് 1 1 0 1 ഇതിനകത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് 2 2 1 1 ഇതിനകത്ത് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇതിനകത്ത് വരുന്നുണ്ടോ എന്ന് പറയാൻ എന്ത് ചെയ്ത് നോക്കണം. 2 2 1 1 ഇൻറ്റു xy = 0 എന്ന് പറയുന്നതിന് x = 0 y = 0 മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ, അല്ലെ വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അതായത് ഇവിടെ ആണെങ്കിൽ 2x + 2y = 0 എന്ന് കിട്ടും, x + y = 0 എന്ന് കിട്ടും. ആക്ച്വലി ഇത് രണ്ടും ഒരു ഇക്വേഷൻ ആണ്, കാരണം രണ്ടാമത്തേനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഫസ്റ്റ്. ആക്ച്വലി ഇത് രണ്ടും x + y = 0 എന്നുള്ളതാണ്, അല്ലെ y = -x. അതായത് x y എന്ന് പറയുന്നത് ജനറലി നമുക്ക് x - x എന്ന് എഴുതാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? 2 2 1 1 കൂടി 1 - 1 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0 0 കിട്ടും. അതേപോലെ 2 2 1 1 കൂടി നമുക്ക് 100 - 100 മൾട്ടിപ്ലൈ ചെയ്താലും 0 0 കിട്ടും. 2 2 1 1 കൂടി 25 - 25 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0 0 കിട്ടും. ഇനി 2 2 1 1 കൂടി 0 0 മൾട്ടിപ്ലൈ ചെയ്താലും എന്തായാലും 0 0 കിട്ടും. അപ്പം ഇവിടെ 0 0 അല്ലാണ്ടും എന്തുണ്ട്? 0 0 അല്ലാണ്ട് 0 0 സൊല്യൂഷൻ ആണ്. അതേപോലെ 1 - 1 ഇവിടെ സൊല്യൂഷൻ ആണ്, 100 - 100 ഇവിടെ സൊല്യൂഷൻ ആണ്, 25 - 25 ഇവിടെ സൊല്യൂഷൻ ആണ്. അങ്ങനെ ഒരുപാട് സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ x = 0 മാത്രമല്ല സൊല്യൂഷൻ. അപ്പം ഈ പറഞ്ഞ 2 2 1 1 ഇവിടെ വരത്തില്ല, W വരത്തില്ല. അപ്പൊ നമ്മൾ എടുക്കുന്ന W വരുന്ന മെട്രിക്സുകൾ എങ്ങനത്തെ മെട്രിക്സുകളാണ്? ax = 0 എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആയിട്ടാണ് വരിക, അല്ലെ? ഇതൊക്കെ 2x + 2y = 0, x + y = 0 ഇതൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. x + y = 0, y = 0 ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പം ജനറലി ax = 0 എന്ന് പറയുന്ന ഇത് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനിലെ ട്രിവിയൽ സൊല്യൂഷൻ x = 0 മാത്രമുള്ള സൊല്യൂഷൻ ആയിട്ട് വരുന്ന മെട്രിക്സുകളുടെ കളക്ഷൻ ആണ് W. ഓക്കെ, അപ്പം നമ്മളിപ്പോ കണ്ടു എന്താണ് 1 2 0 3 അതിലുണ്ട്. നമ്മളിപ്പോ കണ്ട എന്തൊക്കെയാണ്, നമ്മൾ ഒബ്സർവ് ചെയ്തത് എന്തൊക്കെയാണ്? 2x2 കേസിലാണെങ്കിൽ 1 2 0 3 ഇതിലുണ്ട്. പിന്നെ ഏതുണ്ട്? 1 1 0 1 ഉണ്ട്, 1 1 0 1 ഉണ്ട്. ഇവര് W-ലുണ്ട്.
ഇനി 2211 ഒന്നും ഇവിടെ ഇല്ല, ഡബ്ല്യൂവിലില്ല. അതേപോലെ നമ്മൾ വേറൊരു മെട്രിക്സ് കണ്ടത് ഏതാണ് 1100, അതിലില്ല, ഇത് അതിലില്ല. ഓക്കെ, അപ്പം ഏതൊക്കെയോ കുറെ 2x2 മെട്രിക്സുകളാണ് ഡബ്ല്യൂവിൽ വരിക. എന്നാൽ എല്ലാ 2x2 മെട്രിക്സുകൾ ഡബ്ല്യൂവിൽ വരുന്നുമില്ല. അതായത് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സിസ്റ്റത്തിന് എക്സ് ഈക്വൽ ടു 0 മാത്രം സൊല്യൂഷൻ ആയിട്ട് വരുന്ന മെട്രിക്സുകളുടെ കളക്ഷനാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ എന്താണ് ഡബ്ല്യു എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അറിയാം, അപ്പൊ നമുക്ക് ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 1 0 0 -1 എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഡബ്ല്യൂയിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം 1 0 0 -1 എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻറ്റു എക്സ് വൈ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്സ് ഇത് ഇൻറ്റു 0 0 നമ്മളെന്ന് പറയുന്ന ഈക്വേഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 0 എന്ന് നമുക്ക് കിട്ടും. അതായത് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മള് ഇനി നമ്മള് 0 -1 0 1 സോറി 0 -1 1 0 എന്ന് പറയുന്ന ഈ മെട്രിക്സ് എടുക്കും. ഇതേ ഇൻറ്റു എക്സ് വൈ ഈക്വൽ ടു 0 കൊടുക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? മൈനസ് വൈ ഈ മൈനസ് എക്സ് എന്ന് കിട്ടും, സോറി മൈനസ് വൈ എക്സ് എന്ന് കിട്ടും. ഇത് ഈക്വൽ ടു 0 0 കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് ഈ രണ്ട് മെട്രിക്സുകളും എവിടെ വരും? ഡബ്ല്യൂയിൽ വരും. ഇത് മാത്രമേ ഇവിടെ സൊല്യൂഷൻ ആയിട്ടുള്ളൂ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 0 0 -1 അതേപോലെ 0 -1 1 0 എവിടെ വരും? ഡബ്ല്യൂയിൽ വരും. ഇനി ഇവരുടെ സമ്മ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ നമ്മൾ സ്മോൾ w1 എന്നും ഇതിനെ സ്മോൾ w2 എന്നും വിളിക്കുന്നു. ആണെങ്കിൽ w1 പ്ലസ് w2 എന്ത് വരും? 1 -1 1 -1 എന്ന് കിട്ടും. ഓക്കെ, ഇതിന്റെ എക്സ് വൈ ഈക്വൽ ടു 0 0 എടുത്ത് എന്ത് കിട്ടും? നമുക്ക് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 അതേപോലെ മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0. ഇത് രണ്ടും ഒരേ ഇക്വേഷൻ ആണ്. ഇത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0, അതായത് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. അതായത് നമ്മുടെ ക്യാപിറ്റൽ എക്സ് എക്സ് ഈക്വൽ ടു വൈ ആണ്. അതായത് എക്സ് എക്സ് ഫോമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെട്രിക്സിനോടുകൂടി എക്സും വൈയും എക്സും എക്സ് ഈക്വൽ ആവാം. 0 0 മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായാലും 0 കിട്ടും. പക്ഷെ ഈ മെട്രിക്സിന്റെ കൂടി 2 2 മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 0 കിട്ടും. ഈ മെട്രിക്സിന്റെ കൂടി 10 10 മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 0 കിട്ടും. അപ്പം നമ്മളുടെ ഈ മെട്രിക്സ് എവിടെ വരത്തില്ല? നമ്മളുടെ ഈ ഡബ്ല്യൂയിൽ വരത്തില്ല. നമ്മുടെ ഡബ്ല്യൂയിൽ വരുന്ന ആരാണ്? എ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സിസ്റ്റത്തിന് എക്സ് ഈക്വൽ ടു 0 മാത്രമേ സൊല്യൂഷൻ ഉള്ളൂവെങ്കിൽ അങ്ങനെ വരുന്ന മെട്രിക്സുകളാണ് ഡബ്ല്യൂയിൽ വരിക. പക്ഷെ അതിലുള്ള രണ്ട് മെട്രിക്സുകളുടെ സമ്മിന് ആ സ്വഭാവം ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ഡബ്ല്യു എന്തല്ല? സബ്സ്പേസ് അല്ല. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഡബ്ല്യു ഈസ് നോട്ട് എ സബ്സ്പേസ്. അപ്പൊ അതുകൊണ്ട് സബ്സ്പേസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ ഡയമെൻഷനും കാര്യങ്ങളും ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇതിനകത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെറ്റ് ഓഫ് ഓൾ n by n മെട്രിക്സ് A such that AB equal to BA for some fixed n by n മെട്രിക്സ് B. ഓക്കെ, അതായത് നമുക്ക് തന്നിരിക്കുന്ന കളക്ഷൻ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് മെട്രിക്സ് ബിയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന, മൾട്ടിപ്ലിക്കേഷനിൽ കമ്മ്യൂട്ട് ചെയ്യുന്ന മറ്റു മെട്രിക്സ് എകളുടെ കളക്ഷനെയാണ് നമ്മൾ ഡബ്ല്യു ആയിട്ട് എടുക്കുക. അതായത് നമുക്ക് M2 ഉണ്ട്, സോറി MN ഉണ്ട്. MNലെ ഒരു മെട്രിക്സ് ബി നമ്മൾ ഫിക്സ് ചെയ്യും. എന്നിട്ട് ആ ബിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ബിയും എയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. നമുക്കറിയാം ജനറലി രണ്ട് മെട്രിക്സ് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബിയും എയും മൾട്ടിപ്ലൈ ചെയ്യുന്നത് സെയിം ആവണമെന്നില്ല. പക്ഷെ ഈ ഒരു മെട്രിക്സ് നമ്മൾ ബി ഫിക്സ് ചെയ്തിട്ട് ആ മെട്രിക്സുമായിട്ട് ഒരു മെട്രിക്സ് എ മൾട്ടിപ്ലൈ ചെയ്യുന്നു, മറ്റൊരു മെട്രിക്സ് അതേ മെട്രിക്സ് തന്നെ തിരിച്ചും മൾട്ടിപ്ലൈ ചെയ്യുന്നു. തിരിച്ചും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും സെയിം ആണ്. അതായത് എ ബിയും എടുക്കുമ്പോഴും ബി എയും എടുക്കുമ്പോഴും സെയിം ആയിട്ട് വരും. അപ്പോ അങ്ങനെ ഒരു സ്വഭാവമുള്ള മറ്റു മെട്രിക്സ് എകളുടെ കളക്ഷനാണ് എടുക്കുക. അപ്പോൾ അത് എഴുതി നോക്കാം നമുക്ക്. അതായത് ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് W is equal to set of all A element of Mn such that AB is equal to BA. B is fixed. Okay. ഒരു മെട്രിക്സ് ബി ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് ആ ബിയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന മറ്റു മെട്രിക്സുകളുടെ കളക്ഷനാണ് ഡബ്ല്യു.
അപ്പോ നമുക്കറിയാം, അതായത് A1ഉം ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. ഫോർ എക്സാമ്പിൾ നമ്മൾ 2/2 1 2 3 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് A1 ഇൻറ്റു ഈ പറഞ്ഞ ബിയും മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കൊരു മെട്രിക്സ് കിട്ടും. ബിയും A1 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ജനറലി ഇവർ രണ്ട് സെയിം ആവണമെന്നില്ല. സപ്പോസ് ഇവർ സെയിം ആണെന്ന് വിചാരിക്കും. സെയിം ആണെങ്കിൽ ഈ A1 ഡബ്ല്യൂയിലേക്ക് കയറി വരും. ഓക്കെ. ഇനി വേറൊരു 2/2 മെട്രിക്സ് A2 എടുത്തു. എന്നിട്ട് A2 ബി കണ്ടു, അതേപോലെ ബി A2 കണ്ടു. ജനറലി ഇവര് സെയിം ആവണമെന്നില്ല. സപ്പോസ് സെയിം ആയാൽ A2 ഈ ഡബ്ല്യൂയിലേക്ക് കയറി വരും. ഇങ്ങനെ ഉള്ള A1 A2 A3 ഇങ്ങനെയുള്ള മെട്രിക്സുകളുടെ കളക്ഷനാണ് ഡബ്ല്യൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന മെട്രിക്സുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന, മൾട്ടിപ്ലിക്കേഷനിൽ കമ്മ്യൂട്ട് ചെയ്യുന്ന മറ്റു മെട്രിക്സുകളുടെ കളക്ഷനാണ് ഡബ്ല്യൂ. അപ്പൊ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും നമ്മൾ സബ്സ്പേസ് ആണെന്ന് പറയാൻ ആദ്യം 0 ഉണ്ടോ നോക്കും. അപ്പൊ നമ്മൾ 2/2 കേസിലാണെങ്കിൽ 0 0 0 0 ആണ് മെട്രിക്സ്, 0 മെട്രിക്സ്. അപ്പൊ ഏത് മെട്രിക്സ് ഇത് ഫിക്സ് ചെയ്താൽ, ഓക്കെ സോറി, നമ്മളൊരു മെട്രിക്സ് ബി ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ഫിക്സ് ചെയ്യുന്നു. അപ്പൊ 0 മെട്രിക്സും നമ്മുടെ ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും ബിയും 0 മെട്രിക്സും കൂടെ റൈറ്റിലും ഇത് 0 മെട്രിക്സ്. ഓക്കെ, ഇത് നമ്മുടെ ബി. ഓക്കെ, അപ്പം നമ്മുടെ 0 മെട്രിക്സും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും ബിയും 0 മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും എന്തായാലും 0 മെട്രിക്സ് ആണ് വരാൻ പോകുക. ഓക്കെ, 0 0 0 0 ആണ് ഇവിടെയും വരിക, ഇവിടെയും 0 0 0 0 ആണ് വരിക. അതുകൊണ്ട് ഇവര് സെയിം ആണ്. ഇപ്പൊ 0 മെട്രിക്സ് എന്തായാലും ജനറലി ഇതിനകത്ത് ഉണ്ടാവും. അതായത് ജനറൽ MNൽ ശരിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 0 0 0 n/n മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ 0 0 0 0 0 0 എക്സെട്ര 0 0 0. ഇതിനെ ഞാൻ 0 എന്നിങ്ങനെ അടയാളപ്പെടുത്തുവാണ്. സീറോ ഇൻറ്റു ബി ഫിക്സഡ് ആണ്. 0 ഇൻറ്റു ബി 0 മെട്രിക്സ് ആണ് കിട്ടുക. അതേപോലെ ബി ഇൻറ്റു 0യും 0 മെട്രിക്സ് ആണ് കിട്ടുക. അതുകൊണ്ട് ഇവർ സെയിം ആണ്. ഓക്കെ, ഇത് രണ്ട് 0 മെട്രിക്സ് ആണ് കിട്ടുക. ഇവർ സെയിം ആണ്. അതുകൊണ്ട് ഈ പറഞ്ഞ 0 മെട്രിക്സ് ഡബ്ല്യൂയിൽ വരും. ഓക്കെ, അതായത് ബി ഫിക്സ് ചെയ്തു, ബിയുമായിട്ട് ഒരു മെട്രിക്സ് കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ട് ചെയ്താൽ ആ മെട്രിക്സ് ഡബ്ല്യൂയിൽ വരും. ഓക്കെ, അടുത്തത് A1ഉം നമ്മൾ സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. സപ്പോസ് A1ഉം A2ഉം ഡബ്ല്യൂയിൽ ഉണ്ട് എന്ന് ജനറൽ ആയിട്ടുള്ള രണ്ട് മെട്രിക്സുകൾ എടുക്കുന്നു. അപ്പോ A1 പ്ലസ് A2 ഉണ്ടോ എന്ന് അറിയണം. അപ്പൊ എന്ത് ചെയ്യണം? A1 പ്ലസ് A2 ഇൻറ്റു ബി എന്ന് പറയുന്നത് ബി ഇൻറ്റു A1 പ്ലസ് A2 ആണോ എന്ന് അറിയണം. അതായത് ഇവിടെ നിലവിൽ A1 ബി പ്ലസ് A2 ബി ആണ്. അത് നമ്മൾ നോക്കുമ്പോൾ A1 ബി ബി A1 ആണ്. കാരണം ഓക്കെ, താഴെ ഇടാം. A1 ബി എന്ന് പറയുന്നത് ബി A1 ആണ്. കാരണം എന്താണ്? A1 W1ലുണ്ട്. ഇത് ബി A2 ആണ്. കാരണം A2 W1ലുണ്ട്. സോ ഇത് A1 പ്ലസ് A2 എന്ന് എഴുതാം. സോ എന്ത് ചെയ്യും? A1 പ്ലസ് A2 ബിയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നത് മനസ്സിലാവും. A1 A2 ബി ആയിട്ട് കമ്മ്യൂട്ട് ചെയ്താൽ A1 പ്ലസ് A2 ബി ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യും. അപ്പോൾ A1 പ്ലസ് A2 എവിടെ ഉണ്ട്? ഡബ്ല്യൂയിലുണ്ട്. ഇനി K ഇൻറ്റു A1 കമ്മ്യൂട്ട് ചെയ്യുമോ എന്നറിയണം. A1 കമ്മ്യൂട്ട് ചെയ്താൽ ഓഫ് ബി ഈസ് ഇക്വൽ ടു K ഇൻറ്റു A1 ബി ആണ്. സോ K ഇൻറ്റു ബി A1 ആണ്. ക്യാൻ ബി റിട്ടൺ ആസ് ബി ഇൻറ്റു K A1. ഓക്കെ, സോ ഇതും കമ്മ്യൂട്ട് ചെയ്യും. അപ്പോൾ ഡബ്ല്യു സബ്സ്പേസ് ആണ്. അപ്പൊ നമുക്ക് ഡയമെൻഷനെ പറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് 2/2 കേസ് എടുക്കാം. 2/2 കേസില് ഇപ്പൊ സപ്പോസ് നമ്മള് നമ്മൾ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഫിക്സ് ചെയ്യണം. ഇപ്പൊ ബി എന്ന് പറയുന്നത് നമ്മൾ സപ്പോസ് ഇവിടെ നമ്മുടെ 2 0 0 2 എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ ഡബ്ല്യൂയിൽ എടുക്കുന്നു. അപ്പൊ ഡബ്ല്യൂവിന്റെ പ്രത്യേകത എ എന്ന് പറയുന്നത് സപ്പോസ് ABCD ഫോമിലാണെന്ന് വിചാരിക്കുക. ഈ എയും നമ്മുടെ ബിയും കമ്മ്യൂട്ട് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ABയും BAയും സെയിം ആയിരിക്കും. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ABCD 2002 ഈക്വൽ ടു 2002 ഇൻറ്റു ABCD. സോ ദിസ് ഇംപ്ലൈസ് A 2A 0 2B 2C 2D. ഇവിടെ എന്ത് വരും? 2A 2A 2B 2C 2D. അപ്പോ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് 2A ഈക്വൽ ടു 2A എന്ന് എഴുതാം.
2b ഈക്വൽ ടു 2b എന്ന് എഴുതാം, 2c ഈക്വൽ ടു 2c എന്ന് എഴുതാം, 2d ഈക്വൽ ടു 2d എന്ന് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും സിയും ഡിയും ഏത് നമ്പർ തന്നെ ആയാലും ഇവര് സെയിം ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എയുടെ സ്ഥാനത്ത് നമുക്ക് ഏത് മെട്രിക്സ് എ ബി സി ഡി വേണേലും എടുക്കാം. ഏത് മെട്രിക്സ് എ ബി സി ഡി എടുത്താലും എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും സെയിം ആയിരിക്കും. എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും സെയിം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മെട്രിക്സ്, ഏത് 2x2 മെട്രിക്സ് വേണേലും നമുക്ക് ഡബ്ല്യൂയിൽ പറ്റും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ 2x2, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എല്ലാ 2x2 മെട്രിക്സും 2002 ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ ഡബ്ല്യു എന്തായി മാറും? ഡബ്ല്യു എന്ന് പറയുന്നത് ഫുൾ M2 ആയി മാറും. ഓക്കെ, അത് സബ്സ്പേസ് ആണ്. ഫുൾ M2ന്റെ തന്നെ സബ്സ്പേസ് ആണ്. ഇതാണ് ഫുൾ M2. ഓക്കെ, അപ്പൊ നമ്മൾ ഡയമെൻഷൻ 2000 വെച്ചിട്ട് 2002 വെച്ചിട്ടുള്ള ഡബ്ല്യുന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ 4 ആണ്. M2ന്റെ ഡയമെൻഷൻ ആണ് വരിക, അത് 4 ആണ്. ഇനി നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു മെട്രിക്സ് എടുക്കുന്നു വിചാരിക്കുക. 1 -1 -1 1 ഇത് ബി ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ എ എലമെന്റ് ഓഫ് M2 സച്ച് ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു ബി എ. ഓക്കെ, സോ നമ്മൾ ജനറലി എയുടെ ഫോം എ ബി സി ഡി എടുക്കുന്നു ഇൻറ്റു 1 -1 -1 1ഉം ബി എയും സെയിം ആണ്. ഓക്കെ, എൽ എച്ച് എസ് എന്ന് പറയുന്നത് എ മൈനസ് ബി മൈനസ് എ പ്ലസ് ബി സി മൈനസ് ഡി മൈനസ് സി പ്ലസ് ഡി. ഇവിടെ എ മൈനസ് സി ബി മൈനസ് ഡി മൈനസ് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി. ഇവർ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ്? എ മൈനസ് ബി ഈക്വൽ ടു എ മൈനസ് സി, സോറി, എ മൈനസ് ബി ഈക്വൽ ടു എ മൈനസ് സി, അതായത് ബി മൈനസ് ബി ഈക്വൽ ടു മൈനസ് സി, അതായത് ബി ഈക്വൽ ടു സി. ദെൻ നെക്സ്റ്റ് മൈനസ് എ പ്ലസ് ബി ഈക്വൽ ടു ബി മൈനസ് ഡി മൈനസ് എ പ്ലസ് ബി ഈക്വൽ ടു ബി മൈനസ് ഡി. അപ്പൊ ബിയും ബിയും ക്യാൻസൽ ആയിട്ട് മൈനസ് മൈനസ് പോയിട്ട് എ ഈക്വൽ ടു ഡി കിട്ടും. സി മൈനസ് ഡിയും മൈനസ് എ പ്ലസ് സിയും പ്ലസ് സിയും സിയും ക്യാൻസൽ ആയിട്ട് എ ഈക്വൽ ടു ഡി എന്ന് കിട്ടും. വീണ്ടും മൈനസ് സി പ്ലസ് ഡി, അതായത് ഇത് രണ്ടും മൈനസ് സി പ്ലസ് ഡിയും മൈനസ് ബി പ്ലസ് ഡിയും സെയിം ആണ്. ഡിയും ഡിയും ക്യാൻസൽ ആയിട്ട് ബി ഈക്വൽ ടു സി കിട്ടും. അപ്പൊ അഗെയിൻ എ ഈക്വൽ ടു ഡിയും ബി ഈക്വൽ ടു സിയും ഇത് റിപ്പീറ്റ് ചെയ്താണ് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എ ഈക്വൽ ടു ഡിയും ബി ഈക്വൽ ടു സിയും കിട്ടും. അതായത് നമ്മുടെ എ ബി സി ഡിയുടെ ഫോം എന്ന് പറയുന്നത് എങ്ങനെയാ വരിക? എ ബി എന്ന് പറയുന്നത് സി ആണ്, സി എന്ന് പറയുന്നത് വീണ്ടും സോറി എ ബി എന്ന് എഴുതാം. ഇവിടെ എ ബി ആണ്, എ ആണ്, ബി ആണ്. സിക്ക് പകരം നമുക്ക് ബി എന്ന് കൊടുക്കാം, ഡിക്ക് പകരം നമുക്ക് എ എന്ന് കൊടുക്കാം. അതായത് ഡബ്ല്യു എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എ ബി ബി എ സച്ച് ദാറ്റ് എ ബി എലമെന്റ് ഓഫ് ആർ. ഈ ഫോമിലുള്ള മെട്രിക്സുകളാണ് ഇത്. ഇപ്പൊ എ ബി ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു വീണ്ടും സെറ്റ് ഓഫ് ഓൾ 2x2 സിമെട്രിക് മെട്രിക്സുകളാണ് വരിക. സോ അതിന്റെ ഇവിടെ നമുക്ക് ഡയമെൻഷൻ നോക്കുമ്പോൾ എന്ത് വരും? 2 വരും. ഓക്കെ, രണ്ട് ഡിഫറെന്റ് സിക്വൽ ടു സ്പാൻ ഓഫ് 1 0 0 1 0 1 1 0 ആണ് വരിക. സോ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ ഇതിന്റെ ഡബ്ല്യുവിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ 2 എന്ന് കിട്ടും. അപ്പൊ ആദ്യത്തേതില് ഡബ്ല്യുവിന്റെ ഡയമെൻഷൻ ഇത് നമ്മൾ എ ബി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മുടെ 2002 ആണ് എടുക്കുന്നതെങ്കിൽ അത് അപ്പോഴത്തെ ഡബ്ല്യുന്റെ ഡയമെൻഷൻ 4 വരും. ബി എന്ന് പറയുന്ന മെട്രിക്സ് 1 -1 -1 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മെട്രിക്സ് ആണെങ്കിൽ ഡബ്ല്യുവിന്റെ ഡയമെൻഷൻ 2 വരും. അപ്പൊ അത് ബിനെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ ബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഇതായിരിക്കും നമ്മുടെ ഡബ്ല്യുവിന്റെ ഡയമെൻഷൻ. ഓക്കെ, ബി മാറുന്നതനുസരിച്ച് ഡബ്ല്യുവിന്റെ ഡയമെൻഷൻ മാറിക്കൊണ്ടിരിക്കും. മാക്സിമം 4 ആയിരിക്കും. ഓക്കെ, ഇത് M2-ലാണെങ്കിൽ മാക്സിമം 4 ആയിരിക്കും, ഇവിടെയാണെങ്കിൽ മാക്സിമം M2 ആയിരിക്കും. അപ്പൊ ഈ പ്രോബ്ലങ്ങൾ ആക്ച്വലി സബ്സ്പേസുകൾ ചെക്ക് ചെയ്യാനാണ്. എങ്കിൽ പോലും നമ്മളത് കൂടുതലും എന്ത് ചെയ്തു? നമ്മൾ ഡയമെൻഷൻ ഈ പറഞ്ഞ സബ്സ്പേസുകളുടെ എല്ലാ ഡയമെൻഷൻ നോക്കുകയാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തത്. ഇങ്ങനെ നമുക്ക് അതായത് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ സബ്സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ബേസിസിൻ നമ്മൾ ഡയമെൻഷൻ നോക്കുന്ന പോലെ തന്നെ നോക്കുന്ന അതേ സ്റ്റെപ്പ് ഉപയോഗിച്ച് നമുക്ക്
സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് തന്നിരിക്കുന്ന സ്പേസ് സെറ്റ് സ്പാൻ ഓഫ് സം സെറ്റ് ആണോ എന്ന് ആദ്യം ഒബ്സർവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് അപ്പം തന്നെ അത് സബ് സ്പേസ് ആണെന്ന് പറയാം. കാരണം സ്പാൻ ഓഫ് എനി സെറ്റ് സബ് സ്പേസ് ആണ്. പിന്നെ നമുക്ക് അതിൽ നിന്ന് ആ സ്പാനിങ് സെറ്റിന്റെ നേച്ചർ നോക്കിയിട്ടാണ് നമ്മൾ ബേസിസിലെ മെമ്പേഴ്സ് എഴുതുക. അപ്പൊ സ്പാൻ ചെയ്യുന്ന ഒരു സെറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് കൂടെ ചെക്ക് ചെയ്യും. ഓക്കെ, ദെൻ ലീനിയർലി ഇൻഡിപെൻഡൻസിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീനിയർ ഇൻഡിപെൻഡൻസി കിട്ടണം. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഒരു സബ് കളക്ഷൻ ആയിരിക്കും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് വരിക. ദെൻ അതിൽ നമുക്ക് ഡയമെൻഷൻ കൂടെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.